അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സണ്ണി കുരുവിളയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് നമുക്കവരുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ അമേരിക്കയിലും ഇന്ത്യയിലുമായി പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി കുരുവിളയെ തികഞ്ഞ സ്നേഹത്തോട് മാതൃകയോടുകൂടി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും, വിശിഷ്യായിട്ട് ചുമതല വഹിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനും അതോടൊപ്പം പ്രവർത്തിക്കുന്ന, അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഈ സമയത്തെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ നമ്പർ കൊടുത്ത് ഇതിലേക്ക് എന്നെ ഉത്സാഹിപ്പിക്കുകയും ഇതിലേക്ക് എന്നെ മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്ത എൻ്റെ ഏറ്റവും ഇളയ മകൾ UK-യിലായിരിക്കുന്ന പ്രൈസിയുടെ പാസ്റ്റർ ലാലൻ, അദ്ദേഹത്തിന്റെ വൈഫ് തങ്കി, അവരെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. അവരാണ് ഈ കാര്യത്തിന് വേണ്ടി എന്നെ ഈ കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചതും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും. ഞാൻ അരോമ ടിവിയുടേതായിരിക്കുന്ന ഇത് ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചെന്നാൽ എൻ്റെ ജീവിതത്തെ കുറിച്ചൊന്ന് പറയാനുള്ളായിരിക്കുന്ന ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെയും ദൈവമകത്തിന് വേണ്ടി നിന്നിട്ട് അത് ക്ഷീണിതരായി പോവുകയും ഒക്കെ ചെയ്തതായിരിക്കുന്ന ആൾക്കാർക്ക് പ്രചോദനം നൽകുന്ന ടെസ്റ്റ് മണികളും ആലോചനകളും ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, എനിക്കിന്ന് പ്രസ്താവിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്തും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് സണ്ണി കുരുവിള. എൻ്റെ വൈഫിന്റെ പേര് ബേബി. എനിക്ക് 3 കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോള് ബ്ലസ്സി, അവിടെ ഹസ്ബൻഡ് ബിജു, അവിടെ കുഞ്ഞുങ്ങൾ ജോയൽ ആൻഡ് ജോർഡൻ. രണ്ടാമത്തെ മോള് ബിൻസി, അവിടെ ഹസ്ബൻഡ് ഫിനി, അവരുടെ മക്കൾ 2 പേര് ഏരൻ ആൻഡ് ഈറ്റൻ. അവർ 2 ഫാമിലി, ഒരാൾ ഒക്ലഹോമയിലും മറ്റേ ആള് അമേരിക്കയിൽ ടെക്സസിലും ഡാർസിലുമായിരിക്കുന്നു. ഏറ്റവും ചെറിയ മോളാണ് UK-യിലുള്ളത്. അവർ കുടുംബമായിട്ടായിരിക്കുന്നു. അങ്ങനെ 3 പേരും അവിടാണ്. ഞങ്ങളും കഴിഞ്ഞ 16-17 വർഷമായിട്ട് അവിടെയാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ 1 വർഷമായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ താമസിക്കാൻ, ഇവിടുത്തെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗൂഡല്ലൂരിൽ ഞങ്ങൾ താമസിക്കുന്നതായിരിക്കുന്ന വീടിന് ചെറിയ പണിയുള്ളത് കൊണ്ട് ഞങ്ങള് ബാംഗ്ലൂരിൽ ഇപ്പോൾ താമസിക്കുകയാണ്. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം കൊല്ലാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ബാല്യകാല ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു. അതായത് എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. എൻ്റെ 7 വയസ്സ് വരെയിലും ഞങ്ങൾക്കൊരു നല്ല കാലം എന്ന് വേണമെങ്കിൽ പറയാം, നല്ല ജീവിതമായിരുന്നു. എൻ്റെ 7ാമത്തെ വയസ്സും എൻ്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെടുവാനുള്ള കാരണം അല്പമായിട്ട് എനിക്ക് മദ്യപാനം ഉണ്ടായിരുന്നു. അത് മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നല്ല, ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഞങ്ങളായിത്തീർന്നു. അങ്ങനെ ആയിത്തീർന്ന സമയത്ത് ഞങ്ങളുടേതായിരിക്കുന്ന സ്ഥലം വരെ ഞങ്ങൾക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം അത് ജപ്തി ചെയ്യുവാനായിട്ട്, ലോൺ എടുത്ത വീട് വെച്ചത് അത് ജപ്തി ചെയ്യുവാനായിട്ട് ആൾക്കാർ വന്ന് ചെയ്യുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്തപ്പോൾ അതിന്റെ തലേ ദിവസം രാത്രി ഞങ്ങളുടെ അടുത്തുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന
ആൾക്കാരെല്ലാം കൂടെ വന്ന് എൻ്റെ അമ്മയുടെ പേര് ഒഫീഷ്യൽ നെയിം ശോശാമ്മ എന്ന്. അപ്പോൾ ടേബിളിലും എല്ലാത്തിലും ശോശ വക എന്ന് എഴുതി വെച്ചു. കാരണം ഇതവർ കൊണ്ടുപോകത്തില്ല എന്നുള്ള നിലയില്ല. പക്ഷെ എത്ര ചെയ്യാൻ ആൾക്കാർ വന്നില്ല. എന്നാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ ബാങ്കിലുള്ള ഒരു പിയൂണ് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ ലോൺ എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ജപ്തി ചെയ്യുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇദ്ദേഹം അതായത് എൻ്റെ പിതാവ് ലോൺ എടുത്തുകൊണ്ട് പോകുന്നതിന് ശേഷം 1 മാസം പോലും പണം അടച്ചില്ല, അതുകൊണ്ടാണ് ഇത് ജപ്തി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് ഒരു വില പറഞ്ഞിട്ട് ആ സ്ഥലം ഒന്ന് എടുത്തു. അങ്ങനെ എടുത്ത് അത് വിറ്റ് ബാങ്കിലെ പണമടച്ചു. ബാക്കി എൻ്റെ പിതാവിന് തോന്നിയായിരിക്കുന്ന ഒരു ആഗ്രഹം, അവിടെ ഒരു ചെറിയ കസേര കമ്പനി തുടങ്ങണമെന്ന് തോന്നി. അതും പരാജയത്തിൽ വന്നു. ഞാൻ പെട്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് തൊട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടതയും ദാരിദ്ര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഉണ്ടായി വന്നതായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും സ്ഥലം വിറ്റു പോകുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തക്കാര്, ബന്ധക്കാര്, പ്രിയപ്പെട്ട അവർക്കൊന്നും ഞങ്ങളെ സഹായിക്കാനായിട്ട് ആവതില്ലായിരുന്നു. അതിലായിരിക്കുന്ന സാമ്പത്തികമൊന്നും അവർക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് 1966 ഞങ്ങൾ കോട്ടയം വിടുകയാണ്. 1966 എൻ്റെ അമ്മ വീട്ടുകാരെ കോട്ടയം മണർകാടാണ് താമസിക്കുന്നത്. അവര് മണർകാട് വഴി ഇടവക്കാരാണ്, ഇപ്പോഴും അത് തന്നെ യാക്കോബക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് 2-3 ഫാമിലികൾ ഈ ഗൂഡല്ലൂരിലേക്ക്, നീലഗിരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവര് പറഞ്ഞു ഇങ്ങനെ സ്ഥലം അവിടെ കിട്ടും, അങ്ങനെയുള്ളതായിട്ട് ഞങ്ങൾ പോകുവാനായിട്ട് ഞങ്ങൾ ഇടയായിട്ട്. അതിന് മുമ്പായിട്ട് എൻ്റെ ജനനത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ വിട്ടുപോയി ഇടയ്ക്ക് വന്നപ്പോൾ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ അമ്മച്ചി കോട്ടയം ജലദാശുപത്രിയിൽ ഞങ്ങൾ പോയ സമയത്ത്, അമ്മച്ചി ചെക്കപ്പിന് പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിലുള്ളതായിരിക്കുന്ന കുട്ടിക്ക് 2 തലയും 1 ശരീരവുമാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിന് അവര് വലിയ ഭാരപ്പെട്ടു, വലിയ പ്രയാസപ്പെട്ടു. എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ളതായിരിക്കും നിലയിരുന്നു. ഏതായാലും പ്രസവിച്ചപ്പോൾ 2 തലയൊന്നുമില്ല, എൻ്റെ തല ഇച്ചിരി വലുതായി. ശരീരം ഉണ്ടായി, ഒരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ലാതെ ഞാൻ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ അതിനുശേഷം അവിടെ മുതലേ എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊരു അത്ഭുതം. ഈ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമായിട്ട് 1 വയസ്സിന്റെ ഉള്ളിൽ എനിക്ക് കടുത്ത ശ്വാസം മുട്ടലും ആസ്മയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അമ്മ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അവര് പറഞ്ഞതനുസരിച്ച് കോട്ടയം മണർകാട് പള്ളിയില് എന്നോളം നീളത്തിലുള്ളായിരിക്കുന്ന സ്വർണ്ണ കൊടുത്തേക്കാവുന്ന നേടുകയും അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് അത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടൊന്നും ഈ ശ്വാസം മുട്ടലിന് ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങള് വളരെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഡോക്ടർ, അത് അപ്പോത്തിക്കരി എന്ന് പറയും. അപ്പോത്തിക്കരി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഡോക്ടർമാരി അങ്ങനെ പറയുന്നത്. അപ്പൊ അപ്പോത്തിക്കരി ഒരാളുണ്ട്. ഇന്നും ഞാൻ അതിലെ പോകുമ്പോൾ ആ വീടൊക്കെ നോക്കും, അത് പഴയ വീട് തന്നെയാ. റിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഒരു നല്ല നിലയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, ഞാനൊരു മരുന്ന് തരാം, പക്ഷെ അത് പഥ്യമുണ്ട്, കറക്റ്റായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ശരി, എന്നാൽ അത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അദ്ദേഹം തന്നയക്കുന്ന മരുന്ന് കഴിച്ച് വാസ്തവത്തിൽ ഇന്ന് വരെയും എനിക്ക് ഈ 70-ാമത്തെ വയസ്സിലും യാതൊരു വിധമായ അസുഖമോ ശ്വാസം മുട്ടലോ എനിക്ക് ഉണ്ടായിട്ടില്ല. ശ്വാസം മുട്ടലുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർക്ക് സൗഖ്യവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന യാതൊരൊന്നും ഉണ്ടാകുവാനായിട്ട് ഇടയായില്ല. അങ്ങനെ ഞങ്ങള് ഒരു 1966 ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ വീട് ആണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന കൊല്ലാടെന്ന് പറയുന്ന സ്ഥലമാണെങ്കിൽ കൂട്ടുകാരി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരുണ്ട്, എൻ്റെ കൂടെ പിന്നെ കളിച്ചു വളർന്നവരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ആ ഒരു നിലയിൽ കാരണം ഒത്തിരി കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ വെച്ച് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ശ്വാസം മുട്ടൽ വന്നെന്ന്. ശ്വാസം മുട്ടൽ വന്നപ്പോൾ എൻ്റെ അമ്മ നേർന്നു. ഞങ്ങൾ മാർത്തോമക്കാരായിരുന്നു, മാർത്തോമ കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചത്. അപ്പോൾ പള്ളിയിലെ വൈദ്യനാക്കിയേക്കാവുന്ന അമ്മച്ചി നേർന്നായിരുന്നു.
അപ്പൊ അന്ന് മുതൽ എനിക്ക് അറിവായപ്പം ഒരു കുട്ടി വൈദികനായിട്ട് ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊക്കെ എലിയൊക്കെ ചത്തു കിടന്നാൽ, അതുപോലെ ഈ പക്ഷികളൊക്കെ ചത്തു കിടന്നാൽ ഇതിനൊക്കെ എടുത്തുകൊണ്ട് വന്നൊരു ശവപ്പെട്ടി മാതിരി ഉണ്ടാക്കി ഒരു പ്രാർത്ഥനയൊക്കെ ഞാനായിരിക്കും അച്ഛൻ. അതെല്ലാം ചൊല്ലി കുഴി വെട്ടി കുഴിച്ചിട്ട് അതിന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ എന്റെ 12 വയസ്സിന്റെ ഉള്ളിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. 12ാമത്തെ വയസ്സിലാണ് ഞാന് കോട്ടയത്തെ ഗൂഡല്ലൂരിലേക്ക് പോകുന്നത്. ഞങ്ങളെ എന്റെ പിതാവും മാതാവും ഞങ്ങൾ 5 സഹോദരങ്ങളും, എന്റെ ജ്യേഷ്ഠൻ, എന്റെ താഴെ 3 പെൺകുട്ടികളും. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ തണുപ്പ്. ഒരു ദുഃഖവെള്ളിയാഴ്ച രാത്രിയിലാണ് ഞങ്ങള് 1966 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. രാത്രി 2 മണിക്കാണ് കോട്ടയത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ട്രെയിൻ. ഷൊർണൂരിൽ നിന്ന് മാറിക്കയറണം. ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. ഞങ്ങൾ അന്ന് വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നു. ഗൂഡല്ലൂർ ചെന്നപ്പോൾ കോട്ടയത്തെ കാലാവസ്ഥയൊന്നുമല്ല, ഊട്ടിക്ക് അടുത്താണ് ഈ സ്ഥലം. ഭയങ്കര തണുപ്പ്, ഭയങ്കര പ്രശ്നങ്ങൾ. ഞങ്ങൾ താമസിക്കാൻ പോകുന്നതായിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു 5 ഏക്കർ സ്ഥലം 2000 രൂപയ്ക്ക് ഞങ്ങൾ അതേ ഞങ്ങളുടെ ആകെ ഉണ്ടായിരുന്നു. ഈ 2000 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ച് ഒരു വീടെന്ന് പറയാം, മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട്ടിൽ ഞങ്ങളൊക്കെ താമസിച്ചിട്ടില്ല. ഞങ്ങളുടെ നല്ല വീടായിരുന്നു, നല്ല ജോലിയായിരുന്നു, ഞങ്ങൾക്ക് നല്ല ആനുകൂല്യങ്ങൾ എൻ്റെ പിതാവിന് ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സിനിമ വരെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. ആ ഒരു നില സ്കൂളിൽ നിന്നൊക്കെ പൈസ ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിതമായിരുന്നു ആ ജീവിതം ഞങ്ങൾ പോയത്. അങ്ങനെ ഫ്രീ ആയിട്ട് കണ്ട 2 സിനിമ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, ചെമ്മീനും കാട്ടുമൈനയും. ഈ 2 സിനിമ 12 വയസ്സിന് താഴെ കോട്ടയത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ സിനിമ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂരിൽ വന്ന് അവിടെ ഞങ്ങൾ താമസിച്ച് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടതയും, വളരെ തുണിയില്ലാതെ ഡ്രസ്സില്ലാതെ ഭയങ്കര ഞങ്ങൾ ബുദ്ധിമുട്ടി. അങ്ങനെ ബുദ്ധിമുട്ടി എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെ അന്ന് ആര് വിളിച്ചാൽ ഞാൻ അവരുടെ കൂടെ പോകും. എനിക്ക് ഭക്ഷണം തരാം, ഡ്രസ്സും മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അത് കള്ളന്മാരുടെ കൂട്ടത്തിലായാലും ഞാൻ പോകും. കാരണം എനിക്ക് അത്ര ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പാസ്റ്റർ, ഒരു ഉപദേശിയാണ് വിളിക്കുന്നത്, അന്നുള്ള നാട്ടിലുള്ളവരെയൊക്കെ ഉപദേശിയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം നോക്കി, ഞാൻ അദ്ദേഹത്തെ നോക്കി, എനിക്ക് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ നോക്കി നിന്നു. അന്നേരം പുള്ളി മോൻ എന്തോ എന്നെ നോക്കുന്നില്ല. ഞാൻ ഉപദേശി കണ്ട നല്ലൊരു മനുഷ്യനാ, അതുകൊണ്ട് ഞാൻ നോക്കിയാന്ന് പറഞ്ഞത്. പറയാൻ കാരണം, ഞാൻ ഈ ഉപദേശിമാരെ മുഴുവൻ നാട്ടിലുള്ളവരെ ഞാൻ ഉപദേശിമാരെ കണ്ടത് എൻ്റെ അത്രയും വയസ്സോടെ കറുത്ത ഉപദേശിമാരെയാണ് കണ്ടിരിക്കുന്നത്. ഈ വെളുത്ത ഉപദേശിമാരെ കണ്ടിട്ടില്ല. അപ്പൊ ഇദ്ദേഹം കണ്ടിച്ച നല്ലൊരു മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി താല്പര്യം തോന്നി. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, മോൻ അതിനൊന്ന് വരണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷൻ ഒന്നും പോകത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല, ഞങ്ങൾ അങ്ങനെ പോകത്തില്ല. മോനെ അതിനല്ല, ഇത് എല്ലാവർക്കും കാണാം, എല്ലാവരും പോകേണ്ടതാ, ഇതെല്ലാം കേൾക്കേണ്ടതാണ്. ഉടനെ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ വീട്ടിൽ പോയി ചോദിക്കട്ടെ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അമ്മച്ചിയോട് ചോദിച്ചപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി നല്ലൊരു ദൈവദാസൻ, നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിക്കും, വർത്താനം പറയുന്ന രൂപം. ഉടനെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ, ആദ്യം അവർ ചിരിക്കും, പിന്നെ അവർ മിണ്ടും, പിന്നെ അവർ അതിന്റെ അകത്താക്കും, അതുകൊണ്ട് പോകാൻ പാടില്ലെന്ന്. അപ്പൊ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്നിട്ടും കൂടെ അമ്മച്ചി പറഞ്ഞു പോകാൻ പാടില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നി അവിടുന്ന് പോകാം. തന്നെയുമല്ല, ഈ ഉപദേശം ഒരു കാര്യം കൂടെ പറഞ്ഞു, 2 സായിപ്പുമാരാണ് ഇവിടെ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുവരെ ഈ സായിപ്പുമാരെ കണ്ടിട്ടില്ല. എനിക്ക് ഇവരെ ഒന്ന് കാണണമെന്നും ഒത്തെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒന്ന് തൊടണമെന്നും ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ഇവരുടെ മീറ്റിങ്ങിന് പോയി. ഞാൻ അവിടെ മീറ്റിങ്ങിന് കടന്നു ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ഹാള്, കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 150-200 പേരോളം ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. എനിക്ക് 14 വയസ്സാ പ്രായം. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നപ്പോ സായിപ്പ് എൻ്റെ അടുത്താണ് നിൽക്കുന്നത് പ്രസംഗിക്കാനായിട്ട്. അങ്ങനെ എന്നപ്പോ എൻ്റെ ആഗ്രഹം സായിപ്പിനെ ഒന്ന് തൊടണം. എൻ്റെ ശരീരം പോലെയാണോ സായിപ്പിന്റെ ശരീരം ഇരിക്കുന്നത്, എനിക്ക് നോക്കണം, ഇത്രയുള്ള എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പോയിരുന്നു. അങ്ങനെ പോയിരുന്നപ്പോ ഈ സായിപ്പ് പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് സായിപ്പ് ഇങ്ങനെ കത്തിക്കേറി പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗ വാക്യം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് നൽകി തരും. ഈ വചനത്തിന്റെ മുൻപിൽ
അദ്ദേഹം കത്തിക്കയറി പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിന്റെ പകുതി ആയപ്പോൾ ഞാൻ അവിടെ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്നെ എന്റെ ജീവിതകാലം മുഴുവൻ സേവിച്ചോളാം. ഒരു വ്യവസ്ഥ, എനിക്ക് വയർ നിറച്ചു ഭക്ഷണവും തരണം, എനിക്ക് 2 ജോഡി ഡ്രസ്സും തരണം. ഇത്രയും തന്നാൽ മതി, എന്റെ ജീവിതകാലത്ത് ഞാൻ അങ്ങയെ സേവിച്ചോളാം. അങ്ങനെ ഒരു തീരുമാനം ഞാൻ അവിടെ ഇരുന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒടുവിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവരെന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും എഴുന്നേറ്റ് എന്റെ ചെറിയ സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ആത്മാവിലായി. കാരണം എനിക്കിത് അറിയത്തേ ഇല്ല, ഇത് എന്തോ അവരുടെ പരിപാടിയൊന്നും അറിയത്തില്ല. ഇത് അറിയാതിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷ അടയാളത്തോടു കൂടി സ്നാനപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിന് എനിക്ക് ഒത്തിരി സന്തോഷം. അതിന് മുമ്പ് കൂടുതൽ വന്നപ്പോൾ ഞാൻ 3 സൺഡേ മാർത്തോമക്കാട് പള്ളിയിൽ പോയിട്ടുണ്ട്. അത് മാർത്തോമ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂളിൽ വെച്ചായിരുന്നു. അന്ന് അവർക്ക് പള്ളിയൊന്നുമില്ലായിരുന്നു, ഇപ്പോഴാണ് പള്ളിയൊക്കെ ആയത്. അങ്ങനെ പറഞ്ഞു. പക്ഷെ അന്ന് മുതല് ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച് കർത്താവിനെ കണ്ട് ഞാൻ മുൻപ് അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ ഞാൻ ദൈവഭാഗത്ത് വന്നു. പക്ഷെ വന്നിട്ടും കൂടെ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ മാറിയില്ല. പ്രയാസങ്ങളായിരുന്നു എന്റെ ജീവിതത്തിൽ, ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ ഇതിങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞങ്ങൾ ചെയ്ത പാപമാണ്, ആരെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു തെറ്റ് എന്നും കണ്ട് മക്കളുടെ മേലോ ഇതൊക്കെ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. അങ്ങനെ ഭാരപ്പെട്ട് ഞങ്ങൾ മുൻപോട്ട് പോയി. എനിക്ക് 25-ാമത്തെ വയസ്സിൽ 22-ാമത്തെ വയസ്സിൽ എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് ഒരാഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഉപദേശിയാകാനൊന്നുമല്ല, ബൈബിൾ പഠിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോകണം. അങ്ങനെ 22-ാമത്തെ വയസ്സിൽ കുമളിയിൽ IPCക്കാരുടെ ബൈബിൾ സ്കൂളിൽ, അതായത് പാസ്റ്റർ VM ചാക്കോ, വെട്ടുവേലി ചാക്കോച്ചാൻ എന്ന് പറയും, കൊല്ലാടി ചാക്കോച്ചാൻ എല്ലാവരും വിളിക്കും, അദ്ദേഹത്തിന്റെ ബൈബിൾ സ്കൂൾ അവിടെയാണ്, കുമളിയിലാണ്. അതിപ്പോൾ അത് തലയോലപ്പറമ്പിലുള്ള ബൈബിൾ കോളേജായിട്ട് ഉയർന്ന് കടുത്തുരുത്തി അവിടെ ഇപ്പോൾ ബൈബിൾ കോളേജായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാണ്ടിയായി. അപ്പൊ ഞങ്ങൾ 12 പേരാ പഠിക്കുന്നത്. അവത്തിൽ ഒരാളാണ് കരിക്കണമില്ല കൊലക്കേസിലെ റെനി ജോർജ്. ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചത്, ഞങ്ങൾ ഒരേ ബാച്ചാണ്. അങ്ങനെ ഞങ്ങൾ പഠിച്ച് അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്നിട്ടും കൂടെ വീട്ടിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസവുമായി. അങ്ങനെ ഇരിക്കെ 25-ാമത്തെ വയസ്സിൽ എനിക്കൊരു വിവാഹാലോചന വന്നു. ഒറ്റ ആലോചനയെ വന്നുള്ളൂ, അത് കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് കല്യാണത്തിന് പോയി. കല്യാണത്തിന് ഹാളിൽ നിൽക്കുന്ന സമയത്തും എന്റെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം മുൻപോട്ട് ജീവിക്കാൻ വഴിയില്ല. എല്ലാവരും കല്യാണം കഴിക്കുന്നു, ഞാനും കല്യാണം കഴിക്കുന്നു. ഇത് മാത്രമേ എനിക്കന്ന് അറിയൂ. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിലും വളരെ പ്രയാസത്തിലും കൂടെ ആ ഹോളിൽ നിൽക്കുന്ന സമയത്തും വളരെ പ്രയാസമാണ്. അങ്ങനെ ഞങ്ങള് കല്യാണമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ എല്ലാവരും ഹണിമൂണിനൊക്കെ പോകും. അപ്പൊ നമ്മൾ നോക്കുമ്പോ അങ്ങനെ പോയില്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ കുറവല്ലേ. അപ്പൊ പോകാമെന്ന് വിചാരിച്ച് നോക്കിയാൽ വണ്ടിക്കൂലിയൊന്നുമില്ല. അങ്ങനെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പൈസ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 17 കിലോമീറ്റർ അപ്പുറം തെപ്പക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ പോയി രാവിലെ 10 മണിക്ക് അവിടെ പോയി ഇരുന്നിട്ട് ഒരു പാറയുടെ പുറത്ത് കുറച്ചു നേരം ഞങ്ങൾ പോയി ഇരുന്നിട്ട് അവിടെ ഒരു 2 മണി ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ. ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ. വേറെ എവിടെയും ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ജീവിതം ഞങ്ങൾ പതുക്കെ ആരംഭിക്കാണ്ട് തുടങ്ങിയാണ്. എന്നാൽ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാദറിന് ഒരു പരിവർത്ത സ്വഭാവമാണല്ലോ. അപ്പൊ അങ്ങനെല്ലാം വന്നപ്പോൾ വീട്ടിൽ അല്പം പ്രയാസവും പ്രശ്നമൊക്കെ ആയി. അങ്ങനെ വന്നിട്ട് ഏപ്രിൽ 1979 ഏപ്രിൽ 26 എന്റെ വിവാഹം. ആ വർഷം തന്നെ ഒക്ടോബർ മാസം വീട്ടിൽ നിന്നും എനിക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്റെ വൈഫിനെ കൊണ്ടുപോയി വൈഫിന്റെ വീട്ടിൽ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ആ പുള്ളിക്കാരത്തിയെ ബസ് കയറ്റി വിട്ടു. പുള്ളിക്കാരത്തി പോകത്തില്ല, കാരണം 2 പേരും കൂടി ഇല്ല, പോകത്തില്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ. ഞാൻ സാരമില്ല, നീ പൊയ്ക്കോ, ഞാൻ പുറകെ വരാമെന്ന്. പക്ഷെ ഞാൻ വാസ്തവത്തിൽ പുള്ളിക്കാരത്തി അവിടെ വിട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ യാതൊരു വഴിയില്ല, 10 പൈസ കയ്യിലില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം. അപ്പൊ നോക്കണം, 7 വയസ്സ് വരെ ഞങ്ങൾ സുഖം അനുഭവിച്ചു. 7 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും ദാരിദ്ര്യവും കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. ഇന്ന് കാണുന്ന ഞാനല്ല, ഹല്ലേലൂയ, ഇപ്പോൾ കാണുന്ന ഞാൻ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു ഒക്കെ. പക്ഷെ എന്റെ പിൻപിൽ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു ചരിത്രം
എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞാൻ പുള്ളിക്കാരത്തിയെ വിട്ടിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കൂടല്ലൂർ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ വളരെ നിരാശയോടുകൂടി ഞാൻ വരുന്നതായിരിക്കുന്ന സമയത്ത് ഒരു പാലമുണ്ട്, അവിടെ കൂടെ ഒരു തോടുണ്ട്, അതിന്റെ മേളിൽ കയറ്റം കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. സ്തോത്രം. ആ ദൈവശബ്ദം ഇങ്ങനെയാണ്: ഭീരുവായിരിക്കാതെ ധൈര്യമായി മുന്നേറുക. ഒറ്റ വാക്ക്, ഒരു ശബ്ദം. ഞാൻ നോക്കി, ആരെയും കാണുന്നില്ല, ഒരു വ്യക്തിയെ പോലും കാണുന്നില്ല. എന്താണ് ഈ ശബ്ദം എന്ന് ഞാൻ നോക്കി. വീണ്ടും ആ ശബ്ദം: ധീരനായിരിക്കുക, ഭീരുവായിരിക്കാതെ ധൈര്യത്തോടെ മുന്നേറുക. ഉടനെ ഞാന് എൻ്റെ ശരീരമൊക്കെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ശരീരം. ശരി, കൂലിപ്പണി എടുത്തിട്ടായാലും ജീവിക്കാം, എങ്ങനെയെങ്കിലും കൂലിപ്പണി എടുത്തിട്ടായാലും ജീവിക്കാം. ശരി, അന്ന് പറയും തീരുമാനത്തോടു കൂടി ഞാൻ മുൻപോട്ട് വരുന്ന സമയത്ത് ഒരു ഹിന്ദു സഹോദരൻ, പുള്ളി ഒരു ബ്രോക്കറാണ്, പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്നോട് ചോദിച്ചു, എന്താ മുഖം മാടിയിരിക്കുന്നത്, എന്തോ പ്രശ്നമോ എന്ന് ചോദിച്ചു. നമ്മളൊരു പ്രശ്നവുമില്ല, ഞാനിപ്പോ എവിടുന്നേലും പുറപ്പെട്ടു പോകാൻ, ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയാ തീരുമാനിച്ചത്, അവിടെ പ്രശ്നമൊന്നും. പുള്ളി പറഞ്ഞു, ഒരു സ്ഥലമുണ്ട്, അത് മേടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാടകയ്ക്ക് പോലും പോകാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത എന്നോട് സ്ഥലം മേടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, പൈസ ഒന്നും കൊടുക്കാണ്ട, ഒരു കൊല്ലം കഴിഞ്ഞ് കൊടുത്താൽ മതി, ചെറിയ വില കൊടുത്താൽ മതി. ഞാൻ ചെന്തോ വില? അപ്പം പറഞ്ഞു, 20 സെന്റ് സ്ഥലമുണ്ട്, അതിന് 1000 രൂപയെ. ഞാൻ അവിടെ ചെന്നപ്പം ആ 20 സെന്റ് അകത്ത് 24 പ്ലാവുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അത് വെട്ടി, എല്ലാമല്ല അതിന്റെ 2 ശിഖരമായി നിൽക്കുന്നതിൽ ഒരു ശിഖരം വെട്ടി, അങ്ങനെ വേറൊരാളെ കൂടെ കൂട്ടുപിടിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഞാനൊരു വീട് വെച്ചു. ഞാനല്ല, എന്റെ കൂടെയുള്ള സഹോദരൻ കൂടെ കൂടി ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് 6 കാല് നാട്ടി അവിടെ മേളിൽ ഇതൊക്കെ വെച്ച് വൈക്കോപ്പിലിട്ട് പച്ച മണ്ണിനകത്ത് ഒരു ചെറിയ വീട് ഞാൻ ചെയ്തു, ഒരു രാത്രിയും ഒരു പകലും കൊണ്ട്. അങ്ങനെ വീട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയി, പുള്ളിക്കാരുടെ വീട്ടിൽ, വൈഫിന്റെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇന്നും ആ സ്ഥലമാണ് എനിക്കുള്ളത്. അതിനോട് ചേർന്ന് ഞാൻ ഒരു 20 സെന്റ് അപ്പുറത്തെ എല്ലാം മേടിച്ചു. അപ്പൊ അങ്ങനെ വാങ്ങിച്ച് ഇന്നും അതിനകത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് വിവാഹം കഴിഞ്ഞിട്ട് 46 വർഷമാകുന്നു അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഞാന് ഒരു വർഷം അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി തയ്യലുണ്ട്, തയ്യൽക്കാരിയാണ്, അതുകൊണ്ടൊക്കെ ഞങ്ങൾ ജീവിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഒരു റൈറ്ററായിട്ട്, സൂപ്പർവൈസറായിട്ട് എനിക്കൊരു ജോലി കിട്ടി. അതെനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഞാൻ അവിടേക്ക് ഞാൻ പോയി 5 കൊല്ലം അവിടെ ജോലി ചെയ്തു. ഈ 5 കൊല്ലം ജോലി ചെയ്തതിൽ നിന്ന് ഞാൻ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തു, ഇഞ്ചിയൊക്കെ നട്ടു, സ്പെഷ്യൽ സ്ഥലത്തൊക്കെ, തനിയ സ്ഥലത്തൊക്കെ നട്ടു, അവിടെ ജോലിയും ചെയ്തു. 5ാമത്തെ വർഷമായപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപയുടെ ഇഞ്ചി 1984 എനിക്ക് ലഭിക്കും. അന്ന് എനിക്കൊരു 15 ഏക്കർ ഭൂമി ഇവിടെ മേടിക്കാമായിരുന്നു. ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ വാങ്ങിക്കാതെ ഞാൻ ബിസിനസ് പരമായി, ആ ബിസിനസ് പരമായി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ബിസിനസ് വേണമെങ്കിൽ ഞാൻ ചെയ്യും. വരുന്നല്ലേ എനിക്ക് തോന്നി, ഒരു സിനിമ ടാക്കീസ് തുടങ്ങിയാൽ എന്താ, കാരണം പൈസ കിട്ടും, ഒരു ദിവസം പൈസ കിട്ടുമല്ലോ എന്നൊക്കെ തുടങ്ങി വേറൊരാളുമായിട്ട് ഞാൻ ചട്ടം കെട്ടി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ചേച്ച പൈസ വന്നു, ദാരിദ്ര്യം ഞങ്ങളുടെ മാറി. അങ്ങനെ വന്ന സമയത്തെ ഞാൻ എസ്റ്റേറ്റിൽ ഈ പശുക്കളൊക്കെ കയറിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നൊരു പതിവുണ്ട്, റൗണ്ട് വിട്ടു. അങ്ങനെ പോയതായിരിക്കുന്ന സമയത്തെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് എന്നോടൊരു ദൈവശബ്ദം, എന്നോട് പറഞ്ഞ ദൈവശബ്ദം, ഞാൻ ഈ നേരത്തെ കേട്ട ഭീരുവായിരിക്കാതെ ധൈര്യമായി മുൻപോട്ട് പോവുക എന്ന് പറഞ്ഞ ആ ശബ്ദം, അതേ സൗണ്ട്, ആ ഒരു ശബ്ദം എനിക്ക് കേൾക്കുക. നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയുക, ദൈവവേല ചെയ്യണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കണം എന്നൊരു ശബ്ദം എനിക്കുണ്ടായി. ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ തിരസ്കരിച്ചു. എനിക്കത് വലിയ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ എല്ലാവരും പറയും ദൈവശബ്ദം കേട്ട് എന്തോ ശബ്ദമായി ചുമ എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ തിരിച്ച് ഈ റൗണ്ട് അടിച്ചു വരുമ്പോൾ അതേ സ്ഥാനത്ത് വന്നപ്പോൾ വീണ്ടും ഈ ശബ്ദം സംസാരിച്ചു. ഞാന് വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനൊരു ദൈവശബ്ദം. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര താല്പര്യം, നമുക്ക് ദൈവവേല ചെയ്യാം എന്നൊക്കെ. ഞാൻ പിറ്റേ ദിവസം ഗൂഡല്ലൂർ ടൗണിൽ പോയി സാധനം വാങ്ങിച്ചോണ്ടായി ഇങ്ങോട്ട് വരുമ്പോൾ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഒരു ബസ് അവിടെ ഇട്ടിരിക്കുക. ഒരു ബസ് ഇങ്ങോട്ട് വന്ന് ബൈക്കിലേക്ക് കയറി. അപ്പൊ ഈ സീറ്റ് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ വീട്ടിലോട്ട് പോയാൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, കുറച്ച് കപ്പ വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, ഇതെല്ലാം ബാസ്കറ്റിനകത്തുണ്ട്. ഇത് മേടിച്ച് ഒരാളുടെ ഞാൻ സീറ്റ് പിടിക്കാൻ അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു. ഈ ബസ്സിന്റെ ബാക്ക് ഭാഗം അകന്നിട്ട് ഫ്രണ്ട് ഭാഗം അങ്ങ് അടുത്തു.
അടുത്തിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ ഞെരിഞ്ഞു അതിന്റെ ഇടയിൽ. അങ്ങനെ ഞെരിഞ്ഞ് ഞാൻ ബോധം കെടുന്ന എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗൂഡല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല. എനിക്ക് ഒന്നും മിണ്ടാൻ മേല, എനിക്ക് ഭയങ്കര പ്രശ്നം, എന്തൊക്കെയാണെന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ അവിടെ കിടന്ന് 2 ദിവസം 2 രാത്രി 2 പകൽ ഞാൻ ഇവിടെ കിടന്നു. അപ്പൊ ഞങ്ങളുടെ പാസ്റ്ററെയൊക്കെ അറിയിച്ചു, അവരെല്ലാവരും വന്നു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. 2ാമത്തെ ദിവസം ഈ എസ്റ്റേറ്റിലും ആദ്യം എനിക്ക് കേട്ടതായിരിക്കുന്ന അതേ ആളിന്റെ ശബ്ദം വീണ്ടും, നീ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ഞാൻ നിന്നെ വിളിക്കുന്ന സന്ദർഭമാണ്, അതുകൊണ്ട് ദൈവസനിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് താല്പര്യം വന്നില്ല. അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, പക്ഷെ ഒരു ദൈവവേല എന്ന് എങ്ങനെയാ, അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് വലിയ പ്രയാസമാണ്. ഏത് നിലയിലാണ് എന്ന് ചുരുക്കം പറഞ്ഞാൽ 2 ദിവസം ആസ്പത്രി കിടന്ന് 2ാം ദിവസം എന്റെ ശരീരം മുഴുവൻ നീരാണ്. അങ്ങനെ നീരായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ഭയമായി, ഞാൻ മരിച്ചു പോകുമോ എന്ന്. അപ്പൊ എനിക്ക് 1 ലക്ഷം രൂപയുടെ ഇഞ്ചി അവിടെ വിളഞ്ഞു കിടക്കുക. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് പറിച്ചപ്പോ അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ വിളഞ്ഞു കിടക്കുന്ന ടൈമാണ്. അപ്പൊ എന്നെ മൈസൂരിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ പാസ്റ്ററും ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൂടെ കൂടി അങ്ങനെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നപ്പോൾ ഒരു CSI ഡോക്ടർ എന്നെ പരിശോധിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് കട്ടിലേ വന്നിരുന്നിട്ട് എന്റെ കൈ പിടിച്ച് മേലോട്ട് ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോയി അദ്ദേഹം വിട്ടപ്പോൾ താഴോട്ടങ്ങ് പോയി. താഴോട്ട് വന്ന പുള്ളി ചോദിച്ചു എന്തോ പറ്റിയേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ എനിക്ക് സംഭവിച്ചത്. ഉടനെ പുള്ളി പറഞ്ഞ് അത്ഭുതം തന്നെയാ ഇത്, ഞാൻ CSI കാരനാണ്, ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരാൾ, ഇതൊരു അത്ഭുതമാ, ഇതെന്തോ ഒരു ദൈവപ്രവൃത്തിയാണെന്ന് പുള്ളിയും പറഞ്ഞു. പുള്ളി പറഞ്ഞപ്പോ എനിക്ക് തോന്നി ദൈവം എന്നെ വിളിച്ചതാ കർത്താവിന്റെ വേലയ്ക്ക് എന്ന് ഞാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു ചെറിയ രാജസമ്മതം അങ്ങനെ വന്ന് ഞാൻ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ 10 മണിക്ക് നിങ്ങളെ സർജറി ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും, അപ്പോൾ രാവിലെ സർജറി ഉണ്ടത്. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയണം, എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. അപ്പൊ അന്ന് രാത്രിയില് ദൈവാത്മാവ് ഇതുപോലെ എന്നോട് സംസാരിക്കും. 4ാം പ്രാവശ്യം എന്നോട് സംസാരിക്കുന്നത്. ഇതേ സംസാരം എന്ന് പറഞ്ഞാൽ ഈ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് ആരെയും കാണുന്നില്ല, ചെവിയിൽ ഒരു സൗണ്ട് കേൾക്കുക. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോൾ തീരുമാനമെടുക്കുക, ദൈവം നിന്നെ വിടുവിക്കും എന്നൊരു ശബ്ദം. ഞാൻ അവിടെ വെച്ച് ദൈവസന്നിധി തീരുമാനിച്ചു കർത്താവിന്റെ വേല ചെയ്യാൻ. പിറ്റേ ദിവസം രാവിലെ സർജറി ചെയ്തപ്പോൾ ഇവിടെ എല്ലിനൊരു പൊട്ടൽ, ഇടതുഭാഗത്തെ എല്ലിനൊരു ചെറിയ പൊട്ടൽ, പിന്നെ മുഴുവൻ രക്തം കട്ട പിടിച്ച് കിടക്കുക, ബ്ലഡ് കട്ട പിടിച്ച് അവരെല്ലാം സ്ട്രിഞ്ച് ചെയ്തെല്ലാം എടുത്ത് 15 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഗൂഡല്ലൂരിൽ വന്ന് ഞാൻ എസ്റ്റേറ്റിലെ ജോലി രാജിവെച്ച് എന്റെ സ്ഥലത്ത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, ഞാൻ ഈ പറഞ്ഞ വീട് 20 സെന്റ് സ്ഥലം വാങ്ങിച്ച വീട്ടിൽ ഞാനൊരു പ്രാർത്ഥന ആരംഭിച്ചു. അതിന് മുമ്പ് എസ്റ്റേറ്റ് വെച്ച് കുറച്ച് ചെറുപ്പക്കാരെല്ലാം വിളിച്ചിട്ട് ഞാൻ ഒരു പ്രയർ നടത്തുമായിരുന്നു. ഒരു സുവിശേഷ ഒരു ദാഹം എനിക്ക് ചെറുപ്പത്തിലുണ്ട്. അതുകൂടാതെ ഒരു 20 വയസ്സ് എനിക്കുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു 50 പിള്ളേരോടും വന്ന് ഒരു സൺഡേ സ്കൂൾ ഞാൻ നടത്തുമായിരുന്നു. അന്ന് എനിക്കൊന്നും അറിയത്തില്ല, അതിന് പ്രത്യേകിച്ച് ബോർഡും എല്ലാ കാര്യങ്ങളും. ആ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു പയ്യൻ ഇന്ന് ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബമാണ്, സ്തോത്രം. അപ്പോൾ അങ്ങനെ നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ആത്മീയ കാര്യങ്ങളിൽ ഒത്തിരി താല്പര്യമുള്ള വ്യക്തിയാണ് ചെറിയ പ്രായത്തിലേ. അങ്ങനെ ഞാൻ ആ ഒരു നിലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിനെ ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ, അവർ കുടുംബം, അദ്ദേഹവും ഭാര്യ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ വന്ന് പിന്നെ ഒരു വീടായി. അങ്ങനെ വന്ന് ഈ പുല്ല് വീട്ടിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കും. സാമ്പത്തികമായിട്ടൊന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ഈ 20, 40, 50 സെന്റ് എന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്തുള്ള എന്തെങ്കിലും കൃഷി ഞാൻ ചെയ്യും. ഞാൻ രാവിലെ 6 മണിക്ക് ഞാൻ ഹൗസ് വിസിറ്റിങ്ങിന് പോകും. കാരണം അന്നേരം പോയെങ്കിൽ മാത്രമേ ഈ വീട്ടിലെല്ലാവരെയും കാണാൻ പറ്റത്തുള്ളൂ. 6 മണിക്ക്, ബാക്കി എൻ്റെ പണിക്ക് പോകും. 6 മണിക്ക് ഞാൻ പോകുമ്പോൾ ഈ തേയിലയുടെ വെള്ളമൊക്കെ എൻ്റെ പാൻറിലൊക്കെ പറ്റും. അങ്ങനെ പോകും. കാരണം വണ്ടിയൊന്നുമില്ല, സൈക്കിൾ പോലും എനിക്കില്ല. നടന്ന് 10 മൈൽ 8 മൈൽ ദൂരത്തിലാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ ആ സമയത്ത് ഒരു വീട് എനിക്ക് വരുന്നത് 8 മൈൽ അപ്പുറത്തുനിന്ന്. അപ്പൊ അവിടെ ലഭ്യം ചുറ്റുപാടുള്ള വീടുകളൊക്കെ കയറി ഞാൻ ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെ പോയി ആ ഒരു നിലയിൽ കൂടിയാണ് അവിടെ വേല ചെയ്തത്. അപ്പൊ ആ ഒരു നിലയിൽ കൂടി ഈ വീടുകളെല്ലാം സന്ദർശിച്ച് ഞാൻ വരുന്നതിന്റെ ഒരു പ്രത്യേക ഉദ്ദേശം, ഈ രാവിലെ നടന്നു പോകുന്ന ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഈ നടന്ന് ഞാൻ പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും, നിലവിളിച്ചു പ്രാർത്ഥിക്കും. എൻ്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തണം കർത്താവേ.
എനിക്ക് ദൈവത്തെ അറിഞ്ഞ് നല്ല നല്ല ജീവിക്കണം. എനിക്ക് ലജ്ജയ്ക്കോ അവമാനത്തിനോ എന്നെ ആക്കരുത് കർത്താവെ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിപ്പോ വിചാരിക്കാൻ ഈ ഇടയ്ക്ക് എവിടെ പ്രസംഗിച്ചു, കാരണം ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, കരയും, ഒച്ചത്തിൽ കരയും. ഞാൻ വിചാരിക്കും അന്നുണ്ടായിരുന്ന അവിടെ ആരെങ്കിലും ആ പറമ്പിൽ എങ്ങനെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വെളുപ്പിനെയാണ് ആരെങ്കിലും പറമ്പിലോട്ട് ഇറങ്ങിയ ഏതോ ഒരു പ്രാന്തൻ ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ അയാളെ കാണുന്ന പോലും ഇല്ല എന്നൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയാ വലിയ വായിൽ ഞാൻ കരഞ്ഞോടാ പോകുന്നത്. അങ്ങനെ കരഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരും ഇല്ലെന്ന് തോന്നിയെങ്കിലേ അങ്ങനെ കരയത്തുള്ളൂ. പക്ഷെ ആരെങ്കിലും വല്ല മരത്തിന് മറയിൽ നിന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു നിലയിലായി. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് അവിടെ ഒരു നല്ല സഭയുണ്ട്. അപ്പോ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു നിലയിൽ ഇരിക്കുമ്പോഴാണ് ഗൂഡല്ലൂർ ടൗണിൽ നിന്നും 10 മൈൽ അപ്പുറത്ത് മണ്ണുവേൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പോലീസ് ഓഫീസറുടെ മോൻ, അവന് ഇങ്ങനെ ഇച്ചിരി മോശപ്പെട്ട രീതിയിലാണ് അവന് നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ എന്നെ ഒരാൾ വിളിച്ചോണ്ട് പോയി. അവിടെ ഞാൻ പോയി. ആഴ്ചയിൽ 2 ദിവസം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിൽ ഈ 10 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും, 10 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് നടക്കും. അതേ ഒരു പോലീസ് ഓഫീസറുടെ മോനാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ട് പറയാം, ഒന്നിട്ട് കാര്യം, ബസ്സേ കയറിയ ടിക്കറ്റ് എടുക്കത്തില്ല, ലോകത്തുള്ളവരോട് പൈസ മേടിക്കും, അത് ഇദ്ദേഹത്തിന് നാണം കേടാ. അപ്പൊ ഞാൻ അവിടെ പോയി, അവന്റെ അമ്മ എന്നോട് ഒത്തിരി കാര്യം, സണിച്ച, എന്നെ സണിച്ച എന്നാ വിളിക്കുന്നത്, സണിച്ച എനിക്ക് അവനെ ഒന്ന് ക്രമീകരിക്കണമേ എന്ന് പറയും. ദിവസം കണ്ടുകിട്ടി ബീഡി അവൻ വലിക്കും. ഇങ്ങനെയുള്ളതായിരിക്കും ദുസ്വഭാവങ്ങൾ അവന്റെ ജീവിതം. അതേ സമയത്ത് വിശ്വാസികൾ അവര് വേറെ സഭയിൽ പോകുന്നവർ. ഞാൻ 1 വർഷത്തോളം രാവിലെ വൈകിട്ടും കയറി ഇറങ്ങി ആഴ്ച 2 പ്രാവശ്യം പോവും. അങ്ങനെ പോയി അവന് ദൈവഭാഗത്ത് വന്ന് എന്നോട് ചേർന്ന് അവൻ ദൈവത്തെ ആരാധിക്കാണ്ട് കടന്നു വന്നു. അതിനു മുമ്പായിട്ട് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവന്റെ പിതാവിടെ ഉണ്ട്. അവന്റെ പിതാവിനെ ഒന്നും ഇഷ്ടമല്ല. പുള്ളി അങ്ങനെയുള്ള അയക്കുന്ന വലിയൊരു താല്പര്യമുള്ള ആളല്ല. പുള്ളി എന്നോട് ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മോനെ ഒന്ന്. അപ്പൊ പറഞ്ഞു, അവൻ ഗുണമാകത്തിൽ അവനോട് ഞാൻ തോക്ക് ഇവിടെ വെച്ചുകൊണ്ട് അവനെ വെടിവെച്ചു കൊണ്ടുവന്നു പറഞ്ഞു. അത് വകവയ്ക്കാതെ പിന്നെ പുള്ളി പോയി കഴിഞ്ഞാൽ പോകാൻ തുടങ്ങി. അങ്ങനെ പോയി 1 വർഷം കയറി ഇറങ്ങി. അത് കഴിഞ്ഞ് അവനെ ബൈബിൾ സ്കൂളിൽ വിട്ടു. അവൻ പല ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ഇന്ന് സഭയുടെ ശുശ്രൂഷകനായിട്ടൊക്കെ അവരൊക്കെ ഇരിക്കുന്നു, പലയിടങ്ങളിലായിരിക്കുന്നു. അങ്ങനെ പലരുമുണ്ട് ആ ഒരു നിലയിൽ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടിന്റെ മധ്യത്തിൽ ഞാൻ ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കെ എനിക്കൊരു തോന്നല്, കർത്താവേ, ഞാൻ ഈ പല ദൈവദാസന്മാരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും കിടക്കുന്ന സമയത്ത് കഥയിൽ വന്ന് തട്ടിയിട്ട് മണി ഓർഡർ കൊടുക്കുന്ന പോസ്റ്റ്മാനെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന ഒരു എന്തെങ്കിലും ഒരു മണി ഓർഡർ എനിക്ക് തന്നിരുന്നു. പക്ഷെ എനിക്ക് ആരും തന്നിട്ടില്ല, ഒരു മനുഷ്യനും എനിക്ക് തന്നില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. ഇതിന്റെ ഒരു വിഷയം എന്താ, എനിക്ക് മുൻപോട്ട് പോകണം. അതിനിടയ്ക്ക് ഞാൻ പറയുക, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. കിട്ടിയ സമയത്ത് 15,000 രൂപ മുടക്കിയപ്പോഴേ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ 1 ലക്ഷം രൂപ കിട്ടിയപ്പോൾ ഈ 1 ലക്ഷം മുടക്കിയിട്ട് ഞാൻ വീണ്ടും ഇഞ്ചി കൃഷി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ 35,000 രൂപയാണ്. കാരണം ഇഞ്ചിക്ക് കേടുവന്നു, അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് വാശിയായി. കാരണം എനിക്ക് വാശി വരാൻ കാരണം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇപ്പൊ ഇറങ്ങിയ സമയത്ത് എനിക്ക് കൃഷി കൂടുതലാണ് കിട്ടേണ്ടത്. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഞാൻ വീണ്ടും 35,000 രൂപ മുടക്കി വീണ്ടും കൃഷി ചെയ്തു. പിന്നത്തെ വർഷം എനിക്ക് 13,000 കിട്ടി. അപ്പൊ 13,000 കൂടി എന്റെ കൃഷി നിർത്തിയാൻ. കാരണം എന്നിട്ട് ഞാൻ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എനിക്കെന്താ ഒരു മനുഷ്യനും ഒരു പൈസയും തരുന്നില്ല, ഒരു പേന പോലും എനിക്ക് തരുന്നില്ല? അതിന്റെ കാരണം എന്താ? പലർക്കും ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് തരാത്ത? ദൈവാത്മാവ് അപ്പോൾ എന്നോട് സംസാരിച്ചു, നിനക്ക് ലോകത്തിൽ ആരും ഒന്നും തരത്തില്ല, ഒരു മനുഷ്യനും തരത്തില്ല. നിന്റെ കയ്യിലുള്ളത് പോവുകയല്ല, നിനക്ക് ഒന്നും തരത്തില്ല. കാരണം നിന്നെ ഒരിക്കൽ ഞാൻ ഉയർത്തുമ്പോൾ നിന്റെ ഇഞ്ചി കൃഷിയിൽ നിന്നും നിന്റെ ബിസിനസ്സിൽ നിന്നുമാണ് നിനക്ക് ലഭിച്ച നന്മയിൽ നിന്ന് നീ ഇപ്പോൾ ഈ വേല ചെയ്യുന്നെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ നിന്നെ ഉയർത്തി എന്ന് പറയത്തക്ക വിധത്തിൽ ഞാൻ നിന്നെ ആക്കും എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും എന്നെ എപ്പോഴും നടത്തുന്ന ഒരു പാട്ടുണ്ട്, എപ്പോഴും ഞാൻ പാടുന്ന പാട്ട്. ആ പാട്ട് ഇങ്ങനെയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കാര്യം ദൈവസേനയിൽ ഏൽപ്പിച്ചിട്ടും എനിക്കൊരു നന്മയൊന്നും കാണുവാൻ ഇപ്പോഴും സാധിക്കാൻ ചെറിയ പ്രായമോ, ഇതാ എന്റെ സ്ഥിതി. എന്താണ് കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പാട്ടിന്റെ അടികൾ ഞാൻ അവിടെ എഴുതി വെച്ചു. ബാക്കി പിന്നീടാണ് ഞാൻ എഴുതി തീർത്തത്. ആ പാട്ടിന്റെ അടി ഇങ്ങനെയാണ്: നിന്നെ കണ്ട നാടിൽ ഞാൻ
മുറ്റുമായി സമർപ്പിച്ചല്ലോ, നിൻ സ്നേഹം എത്രയെന്നറിയിക്കണേ. പതറാതെ നീല നിൽക്കുവാ, പതറാതെ നീല നിൽക്കുവാ, എന്നേശു സന്നിധിയിൽ എനിക്കെന്നെന്നും ആനന്ദമേ. എൻ സ്വർഗഭവനമതിൽ എനിക്കെന്നെന്നും വിശ്രാമമേ. സ്വന്തക്കാർ കൈവിട്ടല്ലോ, സ്നേഹിതർ മാറിയല്ലോ, മാറ്റമില്ലാത്ത എൻ പ്രാണപ്രിയ, എനിക്കു നീ മതിയേ, എനിക്കു നീ മതിയേ. പിന്നെയും എന്റെ അടിയുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പാട്ടില്ല. അങ്ങനെ പാട്ടുകളൊക്കെ എഴുതി ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അതിന് മുമ്പാണ് ചെറിയ പ്രായത്തില് ഞാൻ ഒരു അത്ഭുതം എന്ന് പറഞ്ഞത്, എന്റെ അത്ഭുതങ്ങളുടെ പരമ്പരയിൽ ഞാൻ പറയേണ്ടതായിരുന്നു. ഞങ്ങൾ മർത്തോമയിലായിരിക്കുന്ന സമയത്ത് ഇടയ്ക്കുന്ന ഞാൻ പറയുന്നത്, എന്നെ പഠിപ്പിച്ച ഒരു സാറ് കോട്ടയം ജനറൽ ആശുപത്രി സുഖമില്ലാതെ കിടക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ കാണും. അന്നൊക്കെ ഞാൻ പറയാം, മരണ വീടുകളിലും സുഖമില്ലാത്തടത്തും ഒക്കെ പോകും. മരിച്ചാൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അടക്കം കഴിഞ്ഞിട്ടേ വീട്ടിൽ പോരുള്ളൂ. ആ രീതിയൊക്കെ ഇപ്പൊ എനിക്കങ്ങ് മാറി. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഈ സാറ് ആസ്പത്രി കിടക്കുമ്പോൾ എനിക്ക് സാറിനെ ഒന്ന് കാണണം. എനിക്ക് സാറിന് എന്നെ അറിയുമോന്ന് അറിയത്തില്ല. എന്റെ കുറെ പിള്ളേരുണ്ടായിരുന്നു പള്ളിയിൽ. അപ്പൊ എനിക്ക് സാറിനെ കാണും. അതിന് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് എനിക്ക് അവിടെ ഒന്ന് പോകണം പോകും. ഇവിടെ വണ്ടിക്കൂലി ഒന്നുമില്ല, ഭയങ്കര കഷ്ടം. അപ്പൊ ഒരു 10 വയസ്സിൽ താഴെ ഇരിക്കാം. ആ സമയത്ത് ഞങ്ങളുടെ അവിടുന്ന് കണ്ടെത്തിക്കൂടി ഒരു വഴിയുണ്ട്. അങ്ങനെ വഴിയെ ഷോർട്ട് കട്ട് കയറി കോട്ടയം ഒരു 5 കിലോമീറ്റർ കാണും. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആറിന്റെ വിലങ്ങനെ റെയിൽപാതമുണ്ട്. നമുക്കറിയാമല്ലോ ആറിന്റെ ഇങ്ങനെ വിലങ്ങനെ. ആ റെയിൽപാതയോടെ കയറി വേണം എനിക്ക് അക്കരെ കിടക്കാൻ. എനിക്കറിയില്ല ട്രെയിൻ വരുന്ന സമയമൊന്നും. ഞാൻ ചാടി കയറി അങ്ങനെ പോയിട്ട് അതിന്റെ സെന്ററിൽ ചെന്നപ്പോ ഇത് ചൂളമിടിക്കുന്നു, സൈറൻ മുടങ്ങുന്നു. അയ്യോ, ഇത് വളരെ അടുത്തു പോയിട്ടുണ്ട്. അപ്പൊ മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണം? കാരണം സെന്ററിൽ കയറി നിൽക്കാൻ സ്ഥലമുണ്ട്. ഞാൻ കൊച്ചു കുട്ടിയാണ്ട് എനിക്ക് പേടി, അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മുന്നോട്ട് തന്നെ ഓടാം. ഞാൻ മുന്നോട്ട് ഓടി പാളത്തെ തട്ടി എന്റെ കാല് നെഞ്ചടിച്ച് വീഴുകയും ട്രെയിൻ വന്ന് കയറിപ്പോയി. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ. ഒത്തിരി മരണത്തിന് ദൈവം പിടിവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പാട്ടൊക്കെ എഴുതി ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്ത് ഈ ഒരു നിലയിൽ കൂടി പോയതായിരിക്കുന്ന സമയത്ത് 1985 ഞാൻ ഇവിടെ സഭ സ്റ്റാർട്ടിങ് എന്റെ വീട്ടിൽ ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് വാടക വീടാണ്, വാടക കെട്ടിടമാണ്. അതെല്ലാം അവിടുന്ന് പായെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എത്രയാ 38 വർഷത്തോളമായി അവിടെ ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലാണ് നമ്മുടെ ആരാധന തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങള് ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇതിങ്ങനെ പോയെന്നാൽ ശരിയാകത്തില്ല എന്നുള്ളതായിരിക്കും നിലയിൽ ഞങ്ങള് ഒരു ക്രമീകരണം ചെയ്യുവാൻ തീരുമാനിച്ചു. 1997 എന്റെ മൂത്ത മോള് BSc നഴ്സിംഗിന് ഞാൻ ചേർത്തു. കാരണം എനിക്ക് ചേർക്കാനുള്ള യാതൊരു പണവും എൻ്റെ ഇല്ല. ഇവിടുന്ന് ഞാൻ കടം വാങ്ങിക്കും, അവിടുന്ന് കടം വാങ്ങിക്കും. കാരണം എനിക്ക് ലോണ് ഒന്നാമത് കിട്ടത്തില്ല. കാരണം അവിടെ ഡോക്യുമെന്റ് ഉള്ള സ്ഥലമല്ല കൂടുതൽ. രണ്ടാമത് ലോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഈ ലോൺ കാരണം ഞങ്ങൾ വീട് വിട്ടു പോകേണ്ടത്. അതുകൊണ്ട് ലോൺ എടുക്കുന്നവരെ ഞാനിപ്പം വഴക്ക് പറയും. എനിക്ക് ലോൺ കിട്ടത്തുമില്ല, കിട്ടിയാൽ ഞാൻ എടുക്കത്തുമില്ല. അങ്ങനെ 97 ഒട്ടൻചിത്രത്തിൽ അടുത്ത അമ്പിളിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് മോള് BSc നഴ്സിംഗ് ഞാൻ ചേർത്തു. ഒരു മാസം 100 രൂപ ഞാൻ കൈ കൊടുക്കത്തുള്ളൂ, എന്റെ ജില്ല കൊടുക്കാനായിട്ട്. ഈ സഭയിൽ നിന്ന് കിട്ടുന്ന സ്വോത്രകാഴ്ച അത് പാവങ്ങളാണ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒന്നുമില്ല എനിക്ക്. അങ്ങനെ അവളെ വിട്ടു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ക്രമീകരിച്ച് മുൻപോട്ട് പോയി. ഇന്ന് അവളെ മൂത്ത മോളും കുടുംബവും അവരെ ഒക്ലഹോമയില് അവരെ താമസിക്കുന്നു. എന്റെ രണ്ടാമത്തെ മോള് കുടുംബമായിട്ട് ടെക്സസ് ഡാളസിൽ താമസിക്കുന്നു. മൂന്നാമത്തെ മോള് UK എന്ന് ഞാൻ പറഞ്ഞത്. 3 പേരെയും BSc നഴ്സിംഗ് പഠിപ്പിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ പഠിപ്പിക്കാൻ ഒരു കാരണം എന്റെ റിലേഷനല്ല, ഞങ്ങളുടെ ആൾക്കാരെല്ലാം ന്യൂയോർക്കിലാണ്. ഞങ്ങളുടെ റിലേഷൻ മുഴുവൻ അവരെല്ലാം കല്യാണം കഴിക്കുന്ന മുഴുവൻ BSc നഴ്സുമാരെയാണ്. അപ്പൊ അതിന് ഗുണം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങനെ പഠിപ്പിച്ച് ആ ഒരു നിലയിൽ ഇവരെ 3 പേരെയും പഠിപ്പിച്ച് അവർക്ക് ഉചിതമായിരിക്കുന്ന വിവാഹം നടത്തി 3 പേരും വിവാഹിതരാ. അവരങ്ങനെ പോയി. 2008 എനിക്ക് അമേരിക്ക പോകേണ്ട അവസരം ഉണ്ടായി. അതിന് മുമ്പ് 97 എനിക്ക് ന്യൂയോർക്കിൽ വായിക്കുന്ന ഒരു തങ്കച്ചൻ C. തോമസ് എന്ന് പറയുന്ന അന്നേ കൺവീനറായി കോൺഫറൻസിന്റെ അദ്ദേഹം എനിക്ക് ഒരു പേപ്പർ അയച്ചു തന്നു. അപ്പൊ എന്റെ വിചാരം ഈ പേപ്പറിന്റെ കൂടെ ടിക്കറ്റും പൈസയും ഒക്കെ കാണുമെന്ന്.
എനിക്കറിയത്തില്ല ഈ പേപ്പർ അയച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ അവര് വെറും പേപ്പർ മാത്രമേ നമുക്ക് അയച്ചു തരത്തുള്ളൂ. അങ്ങനെ പേപ്പറ് അവരെനിക്ക് അയച്ചു തന്നെ ഞാൻ എംബസി പോയി. വളരെ പ്രാർത്ഥനയോടുകൂടിയാ പോകുന്നത്. എംബസി പോയി അവിടെ ചെന്നപ്പോ എത്രയോ കടമ്പ കിടക്കണമെന്നറിയോ. ഞാൻ അന്നേരം എല്ലാവരും പറയുമായിരുന്നു, സ്വർഗത്തിൽ എങ്ങനെ പോകുന്നോ അതിന് തുല്യമാണ് എംബസി പോകുന്നത്. കാരണം 1-ാം കവാടം കഴിഞ്ഞ് 2-ാം കവാടം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകണം. അവിടെ ചെന്ന് ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ സായിപ്പ് ചെറുക്കനാ അവിടെ നിൽക്കുന്നത്. അവൻ അവിടെ നിന്നിട്ട് അപ്പൊ എന്നെ കണ്ടി ചിരിച്ചു. എന്നോട് ചോദിച്ചു എവിടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ അമേരിക്ക പോകാൻ എത്ര ദിവസത്തിന് വേണമെന്ന് ചോദിച്ചു. അവന് 15 ദിവസം എനിക്ക് മതി, കോൺഫറൻസിന് വേണ്ടിയാ പോകുന്നത്. ഓക്കെ എന്നൊക്കെ അപ്പൊ എന്റെ വിചാരി ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ശരിയെന്നാ, എല്ലാം റെഡിയെന്നാ എന്ന് എന്റെ ചിന്ത. പുള്ളി പാസ്പോർട്ട് എടുത്ത് ഉള്ളിലോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ പോകണ്ടെന്ന്. ഞാൻ വളരെ കടം മേടിച്ചാണ് ഇപ്പൊ പോയത്. തിരിച്ചു വന്ന് ഈ ഗേറ്റ് വന്ന് റോഡിൽ ഞാൻ വരുന്നത് വരെയും എന്റെ പാസ്പോർട്ട് ഇവിടെ, പേപ്പർ ഇവിടെ ഒന്നും ഞാൻ ഇപ്പൊ റോഡ് നോക്കിയപ്പോ എല്ലാം നിരന്ന് കിടപ്പുണ്ട്, കൈയെല്ലാം വിറച്ചെന്റെ എല്ലാം പോയി. അങ്ങനെ സംഭവം എനിക്കുണ്ടായി. അതിനുശേഷം എന്റെ കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ പോയിട്ട് 2008 എനിക്ക് വിസ ലഭിക്കുന്നു. ഇങ്ങനെ വിസ ലഭിച്ച് കഴിഞ്ഞ 16 വർഷമായി ഞങ്ങളും അമേരിക്കയിൽ കുഞ്ഞുങ്ങളോട് താമസിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലെ ഭക്ഷണം കഴിക്കാനും കുറച്ചൊക്കെ നിൽക്കാനും ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന ഒരു വർഷത്തേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. അവിടെ നിന്നാക്കിയ സമയത്ത് ഞങ്ങൾക്ക് അമേരിക്കൻ സിറ്റിസണും കിട്ടാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങൾക്ക് ഞാൻ എന്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞല്ലോ, ഞാന് അത് ഇടയ്ക്കൊന്ന് വിട്ടുപോയത്. ഞാൻ സ്കൂളിലെ 10-ാം ക്ലാസ് പാസ്സാക്കൊന്നും സാധിച്ചില്ല. 9th ആദ്യ ഭാഗത്ത് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് പോകാൻ എന്നിട്ട് പിന്നെ പഠിത്തം നിർത്താനായിട്ടുള്ളതായിരിക്കുന്ന കാരണം ഞാൻ ഒരു ദിവസം സ്കൂളിൽ പോകാനായിട്ട് ഒരു നിക്കറേ എന്നുള്ളൂ, ഒരു ഷർട്ടേ ഉള്ളൂ. ആ നിക്കർ എടുത്ത് കൈ പിടിച്ച് നോക്കിയപ്പോ മുൻഭാഗം എലി വെട്ടിയിരിക്കുന്നു. ഇത്ര റൗണ്ടിൽ എലി വെട്ടി. അപ്പൊ പിന്നെ പോകാൻ പറ്റിയല്ല. പിന്നെ ആദ്യം തയ്ച്ചിട്ടുകൊണ്ട് സ്കൂളിൽ പോയപ്പോ ഈ പെൺപിള്ളേരെല്ലാം നോക്കി ചിരിക്കാൻ തുടങ്ങി. കാരണം വേറൊന്നും മാറിയിടാനില്ല. അന്ന് എന്റെ പഠിത്തം നിർത്തി. സ്തോത്രം. അപ്പോൾ ആ ഒരു അവസ്ഥ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. വേറൊരു സ്ട്രെസ് എനിക്കില്ല. ആ ഒരു നിലയിൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങള് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും കഷ്ടവും അനുഭവിച്ചെങ്കിലും അമേരിക്കയിൽ പോയിട്ട് അവിടെ സിറ്റിസൺഷിപ്പ് ഞങ്ങൾക്ക് എടുക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ആ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ മറന്നുപോയി, ഞാൻ പറയാണ്ട് വന്നു. കാരണം അവിടെ ചെന്നിട്ട് മദാമിയാണ് അവിടെ ഇരിക്കുന്നത്. മദാമിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ഞങ്ങൾ പറഞ്ഞു. എന്റെ വൈഫിന് ആദ്യം കിട്ടി, എനിക്ക് കിട്ടിയില്ല. ആദ്യത്തെ പൈസ തന്നെ രണ്ടാമത് നമുക്ക് കയറാം. അങ്ങനെ രണ്ടാമത് പോയപ്പോൾ എനിക്കും കിട്ടിയെന്ന് അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഞാൻ കുറച്ച് ആൻസർ പറഞ്ഞു. ഓടി വന്നപ്പോ എനിക്കൊന്ന് അറിയാമല്ലാന്നപ്പോ ഓക്കെ പിന്നെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന്. അപ്പൊ എന്റെ വിചാരം ഇപ്പോഴും പോകുന്ന എന്റെ വിചാരം. ഒടുവിൽ പറഞ്ഞു യു പാസ് എന്ന് പറഞ്ഞു. എങ്ങനെ പാസ്സായെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് അതേ സമയത്ത് അവിടെ തന്നെ താമസിക്കുന്ന ഒത്തിരി പേര് പോയിട്ട് കിട്ടാതെ പോന്നിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ദൈവം ഞങ്ങളെ നടത്തിയ വഴികളാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ഉദ്ദേശമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങള് പോകുന്നത്. പക്ഷെ ഞങ്ങള് ഈ ആദ്യം പോയ 2-3 പ്രാവശ്യം പോയി. ഞാനൊരു പ്രവാചകനൊന്നുമല്ല, വലിയ പ്രാസംഗികനുമല്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധികം പേരുടെ ഇടയിൽ അറിയപ്പെടാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇടിച്ചു കയറി എവിടെയും കയറി ചെല്ലുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എനിക്ക് ഇവിടുത്തെ നേതൃസ്ഥാനങ്ങളോ ഒന്നും എനിക്ക് വേണമെന്ന് ആഗ്രഹമില്ല. ആരും അറിയപ്പെടാതെ നിത്യതയിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന്. അപ്പൊ എന്റെ ജീവിതത്തില് ഒത്തിരി പ്രശ്നങ്ങൾ അതുമൂലം വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ അധികം പേർക്കൊന്നും അറിയത്തില്ല. അപ്പോ ഞാന് ഇങ്ങനെ ഒരു ചർച്ച അവിടെ പോയി 3 പ്രാവശ്യം പോയി. ഞാന് സഭകളിലൊക്കെ നമ്മളവിടെ പോവുമല്ലോ, നമുക്കറിയാം സഭകളിൽ നമ്മളെ വിളിക്കത്തൊന്നുമില്ല, നമ്മൾ വിളിച്ചു ചോദിച്ചു പോകുന്നു. അമേരിക്കയിലൊക്കെ ചെന്ന് അവിടെ ഒന്നും ആരും വിളിക്കത്തൊന്നുമില്ല, വിളിച്ചു ചോദിച്ചു പോയി. എന്റെ പിള്ളേരുള്ള സ്റ്റേറ്റിൽ മാത്രം, പിന്നെ ന്യൂയോർക്കിൽ ഞങ്ങളുടെ റിലേഷൻ ഉള്ളതുകൊണ്ട് അവിടെയും അങ്ങനെ പോയി. എനിക്ക് ലഭിച്ച 3 പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് കിട്ടിയതായിരിക്കുന്ന പൈസ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് അത്തിപ്പാടി, ഗൂഡല്ലൂർ അത്തിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, നീലഗിരി. അവിടെ സ്ഥലം വാങ്ങി മനോഹരമായ ഒരു ഹാള് ഞാൻ പണിതും. എനിക്ക് വീട് പണിതിട്ടില്ല. എനിക്ക് ഇപ്പോഴാണ് ഒരു വീട് റിപ്പയർ ചെയ്യാൻ കൊടുത്തത്. അതും റിപ്പയറിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്, നല്ല വീടൊന്നുമല്ല. എനിക്ക് ലോകത്തിലൊന്നും വേണ്ടെന്നുള്ള ഒരു താല്പര്യക്കാരൻ. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ വീട് ചർച്ച് ഞങ്ങൾ പണിതു. ചർച്ചിൽ എല്ലാ സൗകര്യങ്ങളും ദൈവം ഒരുക്കി. ചർച്ച ഞാൻ പണിതുള്ളൂ. ചർച്ചിനകത്തുള്ള പല സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. എങ്കിൽ തന്നെയും ഞങ്ങളുടെ വിശ്വാസികളും ഇപ്പൊ ഞങ്ങൾക്ക് നല്ല യൂത്ത് ഉണ്ട് അവിടെ. അവരാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്.
ചർച്ചിനകത്ത് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന അങ്ങനെയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു 7 സെന്റ് സ്ഥലം കൂടെ അതിനോട് ചേർന്ന് വേറെ വെച്ചു. അങ്ങനെ ചർച്ച് വളരെ നന്നായി പോകുന്നു. അവിടെ ഞങ്ങള് അപ്പൊ എനിക്ക് എന്റെ കാലശേഷം ഒരു പ്രയാസം വരാൻ പാടില്ലെന്നുള്ളതായിരിക്കും നിലയിൽ ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ഞങ്ങള് മലബാർ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ഞങ്ങൾ ചേർന്നു. അങ്ങനെ ചേർന്നെങ്കിലും അവരുമായിട്ട് ഫെലോഷിപ്പ് മാത്രം. ബിൽഡിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അണ്ടറിലാണ് പോകുന്നത്. അവരാണ് പാസ്റ്റർമാരെ വിടുന്നത്. അങ്ങനെയുള്ള അവർക്ക് മാസത്തിനൊക്കെ ഇവരെല്ലാം പോകും. വിശ്വാസികളൊക്കെ ഞാനിപ്പോഴും കാണത്തില്ലല്ലോ, അവർ പോകും. അപ്പൊ അവിടെ പാസ്റ്ററായിട്ട് പാസ്റ്റർ ജിനു ജേക്കബ്, മിടുക്കനായ ഒരു പാസ്റ്റർ, അദ്ദേഹത്തെ അവിടെ ഇപ്പോ അദ്ദേഹമാണ് അവിടെ ചർച്ച നടത്തുന്നത്. എല്ലാം കൂടെ നല്ലൊരു കൂട്ടായ്മ അവിടെയുണ്ട്. കുറെ പേര് വരും. ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ വാക്യം പറയാൻ തന്നെ 24 പിള്ളേർ. അപ്പൊ എന്റെ ജീവിതത്തിൽ അതൊക്കെ വലുതാ. ഞാൻ ഒരു വീടുമായിട്ട് തുടങ്ങിയതാണ്. അത് ചില വിചാരിക്കും ഇതൊന്നും വലിയ സഭയല്ലല്ലോ, എങ്കിലും എനിക്കത് വലിയ സഭയാണ്. അങ്ങനെ അവിടെ എല്ലാ നിലയിലും വളരെ ഭംഗിയാണ്. ഞങ്ങളുടെ ചർച്ചയുള്ള വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രശ്നവുമില്ലാത്തൊരു സഭയാണ്. എല്ലാ യൂത്തും നമ്മളൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും, ഞാൻ എൻ്റെ ഒരു രക്ഷാധികാരിയായിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഫെലോഷിപ്പ് മാത്രമേ ഏജിയുമായിട്ട് ഞങ്ങളുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ കാര്യവും നമ്മളാണ് അവിടെ ക്രമീകരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഒരു സ്നാനക്കുളം അവിടെ ചെയ്യണം. ദൈവം അനുവദിച്ചാൽ ഈ ഹോള് മാറ്റി വേറെ ഹോള് പണിയണം. ഇങ്ങനൊക്കെ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പൊ 2-3 പ്രാവശ്യം പോയ പൈസകളെല്ലാം ഞാൻ എടുത്ത് അങ്ങനെ ഞങ്ങൾ പണിത് അതിനുശേഷമാണ് എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ ഒരു നിലയിലാണ് ചർച്ച അവിടെ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുന്നതായിരിക്കുന്ന സമയത്തെ ഒരു പയ്യൻ വളരെ ക്ഷീണിതനാണ്, ഹിന്ദു പയ്യൻ. അവൻ വളരെ ക്ഷീണിതനായി കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് അച്ഛാ മഞ്ഞപ്പിത്തമായതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, ഇതെല്ലാം അങ്ങ് മാറുമെന്ന്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഇതെടുത്തിട്ടതാണ് ഇത്രേ പറഞ്ഞു. വൈകുന്നേരമായപ്പോ ഒരു 30-40 BJP-ക്കാര് അവര് വീട്ടിനകത്ത് കയറി വന്നു. വീട്ടിനകത്ത് പറഞ്ഞു, എന്തോ എന്റെ സഹോദരനോട് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ സഹോദരന്മാരെ വിളിക്കുന്നതിനായിരിക്കും ഇവർ ഈ സഹോദരനോട് എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാനാ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ല, നിനക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ സൗഖ്യം വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം വന്ന് ഭയങ്കര പ്രശ്നമുണ്ടാക്കി. ഇവന്മാർ തിരിച്ചു പോയി. ഞാൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഒന്നും കൊടുത്തില്ല, അവർ പോയി. പോയതിന്റെ പിന്നത്തെ മാസം ഒരുത്തൻ കല്യാണം കഴിച്ചു. അവന്റെ ഭാര്യ കല്യാണം കഴിച്ചു അന്ന് രാത്രിയിലെ അവൾ മരിച്ചുപോയി. അത് വേറെ പ്രശ്നമായിരുന്നു. അങ്ങനെ മരിച്ചു. അടുത്തത് വേറൊരുത്തൻ, അവന്റെ ഡിവോഴ്സായി. അങ്ങനെ 3-4 പേർക്ക് 3-4 പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പൊ ഈ മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞ ഇവന്റെ പെങ്ങൾക്ക് മാനസികമായിട്ട് ഭ്രാന്തായി മാറി. അവൾ ഓടി രാത്രി എന്റെ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം, എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവം വിളിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹം ഒരു ഹിന്ദു ആൾക്കാരാണ്. അങ്ങനെ വന്ന സമയത്ത് എന്റെ പറമ്പിലെ മണ്ണ് റോഡിലോട്ട് പോയി എന്നുള്ളതായിരിക്കുന്ന കാരണത്താൽ പുള്ളി വന്ന് ഭയങ്കര ബഹളം കൂടിയെന്നുകൊണ്ട് വെച്ച് എന്നെ ഒത്തിരി ചീത്തയൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിങ്ങനെ എന്റെ വീട് റോഡിന് മേളിലാണ്. അപ്പൊ മണ്ണ് താഴേക്ക് വീഴുന്ന മണ്ണ് എടുത്തിട്ടപ്പം അവിടെ കുറെ മണ്ണ് വീണു പോയി. അതിന് പുള്ളിക്കെന്നോട് വൈരാഗ്യം കാണും, ഈ ഉദ്ദേശി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണും. ആ ഒരു നിലയില് അപ്പൊ അങ്ങനെ ഇവൻ പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര വഴക്കായപ്പോ എന്നോട് പറഞ്ഞു, 41 ദിവസം കൊണ്ട് നിങ്ങളെ കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു. ഇവനങ്ങ് പോയി. ഞാൻ ഈ സംഭവമൊക്കെ അങ്ങ് വിട്ടുപോയി. ഈ സംഭവമൊക്കെ വിട്ടി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശരീരം മുഴുവൻ ചൊറിയാൻ തുടങ്ങി. ഞങ്ങളുടെ ശരീരം ചൊറിയും. എന്റെയും എന്റെ വൈഫിന്റെയും ശരീരം ചേന ചെത്തിയതുപോലെ, ചെത്തിക്കഴിഞ്ഞാൽ എന്തോ കളറോ അതുപോലെ കാലും ശരീരവും മുഴുവൻ ചൊറിച്ചിൽ വന്നു. മൊത്തം ചൊറിച്ചിൽ വന്നു. ഇതെന്താ എന്തോ എന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ന്യൂയോർക്കിലുള്ളതായിരിക്കുന്ന, എനിക്ക് പേര് പറഞ്ഞാൽ ലജ്ജയൊന്നുമില്ല, നമ്മുടെ ഇട്ടി എബ്രഹാം ഞങ്ങളുടെ പ്രവർത്തനത്തെ 5 കൊല്ലമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, 2 സായിപ്പന്മാരുമായിട്ട് ഗൂഡല്ലൂരിലേക്ക് വരുന്നുണ്ട്, അവിടെ നമുക്കൊരു മീറ്റിംഗ് നടത്തണം. ഞാൻ പറഞ്ഞു വരാം. അപ്പൊ ഞങ്ങളുടെ വീട് ഇച്ചിരി പുതുക്കി പണിതിരിക്കുക. അപ്പൊ അങ്ങനെ അവിടേക്ക് അവര് വന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് പുഷ്പഗിരി ഹോസ്പിറ്റലുണ്ട്, കന്യാസ്ത്രീയുടെ ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അന്നാ കരിമറ്റം എന്ന് പറയും, ഡോക്ടർ അന്നാ കരിമറ്റം. അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ശരീരം മുഴുവൻ ചൊറിയുന്നു, എന്തോ പ്രശ്നമെന്ന് അറിയത്തില്ല, ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞു ബ്ലഡ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ബ്ലഡ് എടുത്തു കൊടുത്താൽ 3 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ.
അപ്പോൾ ശരി എന്ന് പറഞ്ഞ ബ്ലഡ് എടുത്തു കൊടുത്തു. അവർ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ ഞങ്ങൾക്ക് തന്നു, ഇതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു. ഇതെല്ലാം കഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നു. 3 ദിവസം കഴിഞ്ഞ് അവർ എന്ന് പറഞ്ഞു ബ്ലഡിൽ എങ്ങും ഒരു കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവരിങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ പെന്തക്കോസ്തുകാരല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, പ്രാർത്ഥിച്ചാൽ മതിയെന്ന്, മരുന്ന് വേണ്ടത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇവൻ എന്നോട് പറഞ്ഞ ഓർമ്മ എനിക്ക് വരുന്നത്. ഞങ്ങൾ തിരിച്ചു വന്ന് അപ്പോഴത്തെ ഈ ഷാഹിബ്മാർ പിന്നത്തെ ആഴ്ച വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടെ ആരാധന നടത്തി. 3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. 3-ാമത്തെ ദിവസം ഈ പറഞ്ഞതായിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാഹിബ്മാരെ ഞാൻ നിലമ്പൂരിലേക്ക് കാറ് അവരെ ട്രെയിൻ കയറ്റി വിടാനായിട്ട് പോകുന്ന സമയത്ത് ആംബുലൻസിൽ അവന്റെ ഡെഡ് ബോഡി വീഴുകയായിരുന്നു. അവ മാത്രമല്ല, അവന്റെ വീട്ടിൽ അവന്റെ അവന്റെ മകൻ കിടറ്റി വീണിയെത്തു, അവന്റെ മരുമകളെ തൂങ്ങിച്ചത്തു. അങ്ങനെ കുടുംബം ഇതായി തീർന്നു. ഞാൻ പറയാൻ വരുന്നത്, ഞാൻ വലിയ ആളെന്ന് ഇതിനകത്ത് കാണിക്കാനല്ല. എനിക്ക് ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി മുൻപോട്ട് വന്നാൽ അവന് ദൈവദൂതന്മാരുടെ കാവലുണ്ട്. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ ഒരു കാലത്തും ദൈവം കൈവിടത്തില്ല. അതുകൊണ്ട് നിരാശയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് ഫലം കണ്ടില്ലെന്നോ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെന്നോ, ഞാൻ പണ്ടത്തെ പോലെ തന്നെ ആളുകൾ ചിന്തിക്കുന്നവരോട് ഒരു അപേക്ഷ, എന്റെ അനുഭവം വെച്ച് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തന. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. വേറൊരു കാര്യം എന്റെ ജീവിതത്തിൽ നടന്നത്, എന്റെ വീട് തൊട്ട് താഴെ ഒരു പയ്യൻ, ഇന്നവന് 28 വയസ്സുണ്ട്. അവന് 6 മാസം പ്രായം. അവന് ഞങ്ങൾ ഒരു വീട് പോലെ കഴിയുന്നത്. അവരുടെ ഒരു ദിവസം വൈകുന്നേരം അവിടെ നിന്നുകൊണ്ട് കരഞ്ഞ് വിളിച്ചു. ഈ പയ്യൻ ഇവരുടെ അമ്മയുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് നുരയും പതയും വന്ന് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു സമയം. അവരുടെ വീട്ടിലായി പോയാൽ അവരുടെ വീടിന്റെ മുറ്റത്താ ഒരു മുസ്ലിംസാണ്. എന്നാൽ അവിടെ ഞാൻ ചെന്ന ആ കുഞ്ഞിനെ എന്നോട് പറഞ്ഞു, സണ്ണിച്ചാടെ കൊച്ചു പോയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ കൊച്ചിനെ കൂടി തരാൻ പറഞ്ഞു. അങ്ങനെ തന്ന് ഞാൻ ആത്മാവിലായി ആ പരസ്യ സ്ഥലത്ത് നിന്നോട് അതെനിക്ക് ഒരു പ്രേരണ തന്ന് ഞാൻ പ്രാർത്ഥിച്ച ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ തന്നെ കൊച്ചു കാണുന്ന പറഞ്ഞു, ദൈവം വിടുവിച്ചു. ഇത് എന്റെ ചില വീരമഹത്വങ്ങളല്ല ഇവിടെ പറയുന്നത്. ദൈവം ഒരു വ്യക്തിയെ വിളിച്ചെന്നുള്ളതിന്റെ തെളിവാണ്. വിളിച്ചെങ്കിൽ ദൈവം അത് അവസാനം വരെ നിവർത്തിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ആ കൊച്ചിന് ഇന്നിപ്പോ 28 വയസ്സ് അവനുണ്ടാവും. ഗൾഫിലൊക്കെ പോയി അവൻ ഇവിടെയുണ്ട്. വിവാഹം പോലും കഴിച്ചിട്ടില്ല, എങ്കിലും ഞാൻ കാണും ആ ഒരു നിലയിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 10 മൈൽ അപ്പുറത്ത് ഞാൻ ഈ വീടുകളിൽ പോകുമെന്ന്. അങ്ങനെ ഒരു യാക്കോബക്കാരുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് കയറി. യാക്കോബക്കാരുടെ വീട്ടിൽ പ്രാർത്ഥന കയറിയപ്പോൾ അവിടുത്തെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി കുറച്ചു നേരം അതിലെ വർത്താനം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഓക്കെ പാസ്റ്ററെ, പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയ്ക്ക് മാത്രമേ അവിടെ താമസമുള്ളൂ എന്ന് ചോദിച്ചു. ഇല്ല, എന്റെ മോൾ ഇവിടെ ഉണ്ട്, അവൾ ഭയങ്കര തലവേദന എടുത്ത് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വിളിക്ക്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവൾക്ക് വരാൻ മനസ്സില്ല, അവർ യാക്കോബക്കാർ. പിന്നെ ഒരു അമ്മച്ചി നിർബന്ധിച്ചില്ല, അവൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ തല കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോകുന്നു. ഒരു 8-10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ പോയതായിരിക്കുന്ന സമയത്ത് ഈ പെങ്കൊച്ച് അവിടെ ഇറങ്ങി വരും. അത് വേറെ റൂട്ടാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, എനിക്ക് അങ്ങോട്ട് വലിയ പരിചയമില്ലോ. പാസ്റ്റർ എന്റെ തലവേദനയ്ക്ക് വേണ്ടി പണ്ട് പ്രാർത്ഥിച്ചത്, പിന്നെ എനിക്ക് തലവേദന വന്നിട്ടില്ലെന്ന്. മറ്റേ 1.5 വീട്ടിൽ ഞാൻ കട്ടിലേക്ക് കയറി കിടക്കും. അങ്ങനെ എന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു പാസ്റ്ററെ ദൈവം. അപ്പോൾ ഇങ്ങനെ എത്രയോ പേർക്ക് കാണും, നമുക്കറിയത്തില്ല. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ച് നമ്മൾ ഈ ഒരു നിലയില് നമ്മളെ വരുത്തുവാൻ ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം നടത്തുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവമായിരുന്നു. വേറൊരു അനുഭവം, ഒരു വല്ലാത്തൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ. എന്റെ വൈഫ് നിലമ്പൂരിക്കാരിയാണ്. പുള്ളിക്കാരി കൂടലി വന്നപ്പോൾ കൂടലിലെ വെള്ളം കട്ടി കൂടിയ വെള്ളമാണ്. അപ്പോൾ അവിടെ ആ പച്ചവെള്ളത്തിലൊന്നും കുളിക്കാൻ പാടില്ല. പുള്ളിക്കാരത്തി ഇവിടെ വന്ന് പച്ചവെള്ളത്തിലൊക്കെ കുളിച്ച് പുള്ളിക്കാരത്തിക്ക് അലർജിയായി. അപ്പൊ അലർജിയായി പച്ചവെള്ളത്തിൽ തൊടാൻ മേല. ഇപ്പോഴും അങ്ങനെ ഉണ്ട്, പക്ഷെ അമേരിക്കയിൽ ചെന്ന പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ അലർജിയായി പ്രശ്നമാണ്. അങ്ങനെ വല്ലാത്തൊരു പ്രശ്നം. കൂടെ ശ്വാസം മുട്ടൽ വരും. അലർജി കൂടിയിട്ട് ഈ ബ്യൂറോയിൽ നിന്ന് തുണിയൊന്നും എടുക്കാൻ പാടില്ല. പഴയ തുണികൾ എടുത്താൽ പുള്ളിക്കാരത്തി ശ്വാസം മുട്ടും. പൊടി അടിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ ഫ്ലവറൊക്കെ, പുതിയ പൂവൊക്കെ ഇങ്ങനെ കായ്ക്കുമ്പോൾ അതിന്റെ മണമൊന്നും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പുള്ളിക്കാരത്തിക്ക് വലിയ പ്രശ്നങ്ങളായി, വലിയ പ്രയാസമായിരുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യയ്ക്ക് പുള്ളിക്കാരത്തിക്ക് ഒന്നുമില്ല. ഒരു സന്ധ്യയ്ക്ക് രാത്രി 12 ആയപ്പോ എന്നെ ഇങ്ങനെ തോണ്ടി പുള്ളിക്കാരത്തി വിളിച്ചു. മിണ്ടാനൊന്നും വയ്യ. ഞാൻ നല്ല ഉറക്കത്തില്ല.
അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശ്വാസം എടുക്കാൻ മേല, മിണ്ടാൻ മേല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാൻ മൂഡ് വരുന്നില്ല, കാരണം ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു പൈസയും ഇല്ല. അപ്പൊ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയ സമയം, ഇപ്പൊ അമേരിക്ക പോയ പിന്നെയല്ല, പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്, വേലയ്ക്ക് ഇറങ്ങിയിട്ടേ. അപ്പോൾ ഒരു പൈസയും എന്റെ ഇല്ല. ദൈവമേ, എങ്ങനെ ഈ രാത്രി ഏത് ഓട്ടോ വിളിക്കും? അവിടെ വണ്ടിയൊക്കെ കുറവാ, എങ്ങനെ ചെയ്യും? ഏത് നിലയിൽ പോകാൻ പറ്റും എന്നൊക്കെ ഞങ്ങളിങ്ങനെ വളരെ ഭാരപ്പെട്ടു. പുള്ളിക്കാരി പ്രാർത്ഥിക്കാൻ പറയുന്നു, എനിക്ക് പ്രാർത്ഥന വരുന്നൊന്നുമില്ല. എന്റെ ചിന്ത മുഴുവൻ പോയത് എന്നാന്ന് ചോദിച്ചെന്നാൽ, ഈ ശ്വാസം കിട്ടുന്നില്ല, പുള്ളിക്കാരി ചിലപ്പോൾ ഇന്ന് മരിച്ചു പോകും. അപ്പൊ അങ്ങനെ മരിച്ചു പോയാൽ, ഇന്നലെ രാത്രി പുള്ളിക്കാരി ഇവിടെ എല്ലാം നടന്ന് ജോലി ചെയ്ത, അപ്പൊ ജോലി ചെയ്ത പുള്ളിക്കാരി നേരം എടുത്തോ മരിച്ചു പോയി എന്ന് അറിഞ്ഞാൽ, ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ ആങ്ങളമാരൊക്കെ വന്നിട്ട് എന്നെ വല്ലതും ശരിയാക്കുമല്ലോ, കാരണം ഞാൻ എന്തോ ചെയ്തതാണെന്ന് ഓർക്കും എന്നൊരു ചിന്ത. അതുകൊണ്ട് കർത്താവ് ഇന്ന് മരിക്കരുത്, വേറെ ദിവസം മരിച്ചാൽ കുഴപ്പമില്ല, ഇന്ന് മരിക്കാൻ പാടില്ല. ഏതായാലും ഞാൻ ആത്മാവിലായി പ്രാർത്ഥിച്ചു. എന്റെ പാസ്റ്ററെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ ശ്വാസം മുട്ടൽ അവിടെ നിന്നു. ആ രാത്രി അവിടെ നിന്നു. പിന്നെയും ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ 10, 15, 17 വർഷമായി ഞങ്ങൾ കാര്യമായിട്ട് മരുന്നൊന്നും ചെയ്യുന്നില്ല. അത് തനിയെ പോയ പോലെ ആ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതിനുശേഷമായിട്ട് ഞാൻ ഈ സുവിശേഷ വേദിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആദിവാസികൾ താമസിക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ സുവിശേഷ വേദിക്ക് പോകാനിടയിൽ. അങ്ങനെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ അതായത് മുതുമല, മുതുകുളി, നാഗമ്പള്ളി, മണ്ടേക്കര, പുലിയാലും, ഈ 5 സ്ഥലങ്ങൾ, ഗ്രാമങ്ങളുണ്ട്. ഇത് മുഴുവൻ ആനയാണ്. അവിടെ മുഴുവൻ ആനയാണ്. ഫോറസ്റ്റിന് അടിക്കൂടിയാ റോഡ്. എനിക്ക് അവിടെ പോകണമെന്ന് തോന്നി. ഞാൻ ഒരു ദിവസം ഈ മണ്ടേക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ പോയി ഈ ആദിവാസികളോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അവർക്ക് ട്രാക്ടർ ഒന്നും കൊടുത്താൽ മേടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ അവരോട് സുവിശേഷം ഞാൻ പറഞ്ഞു, കർത്താവ് നല്ലവനാ, കർത്താവ് വിശ്വസ്തനാ, ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ, നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് സൗഖ്യവും വിടുതലും നന്മയും ഒക്കെ നമുക്കുണ്ടാകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവിടുത്തെ സ്ത്രീ എന്നോട് ചോദിച്ചു, ഇത് എത്ര രൂപ കൊടുത്താൽ കിട്ടുമെന്ന് ചോദിച്ചു. യേശുവിനെ എത്ര രൂപ? അവരൊന്നും സുവിശേഷം കേട്ടിട്ടില്ല. അത് എന്നെ സുവിശേഷ വേലയില് ദൈവത്തിന് കൊണ്ട് എന്നെ പലരും സഹായിച്ചിട്ടുണ്ട്. ഒന്ന്, ഡൽഹിയിലെ എന്റെ അളിയൻ അവിടെ ജോലി ഉണ്ടായ സമയത്ത് അവരുടെ കെയർ ഓഫിൽ കൂടെ ഡോക്ടർ PN കുര്യൻ, അതായത് മൊത്തം അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് കിറ്റി എബ്രഹാം സാറ്, അതുപോലെ പാസ്റ്റർ KV കുര്യൻ, KP യോഹന്നാൻ, എന്റെ ഈ 38 വർഷത്തിനുള്ളിൽ ഇവരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് 2 വർഷം, 3 വർഷം, 5 വർഷം വെച്ച്, 1 വർഷം വെച്ച് ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ചെടിക്ക് വളവും വെള്ളവും നമ്മൾ ഒഴിക്കുന്നത് പോലെ അത് ഞങ്ങളുടെ വേലയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ ചർച്ചിലൊക്കെ എനിക്ക് പോകാൻ ഇടയായി തീർന്നു, പിന്നെ പോയതായിരിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ജീവിതത്തിൽ മറക്കാനാവാത്തതായിരിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടായി. പിന്നെ ചർച്ചിനുള്ളിലുള്ളവർ എനിക്കെതിരായിട്ടൊക്കെ പ്രവർത്തിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞാൽ പലരും ബാധിക്കും. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നത് ഇപ്പോൾ ഉള്ള ചർച്ചല്ല, ഫസ്റ്റിൽ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ദോഷമായി അവരൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ കേരളാക്കുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദൈവം അവിടെ അത്ഭുതകരമായി ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വിടുതലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൽ ചാരിക്കൊണ്ട് ഈ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അന്ന് മുതൽ അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്കും വേണ്ടി സഹായിക്കും, വേലയ്ക്കും വേണ്ടി സഹായിക്കും. അങ്ങനെ നല്ല നിലയിൽ ആ കുഞ്ഞുങ്ങള് സഹായിച്ച് ഞങ്ങൾ ആ ഒരു നിലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഞങ്ങളെ കടന്നു പോകും. എനിക്ക് ലോകത്തിൽ അമേരിക്ക പോയതോ അതൊന്നും വലിയൊരു കാര്യമായിട്ടല്ല. അതിന്റെ ഓരോ വഴികളാണ്, ദൈവം ഒരുക്കുന്ന വഴികളാണ്. പക്ഷെ ഏറ്റവും വലിയ കാര്യം കർത്താവിനെ കണ്ടതാ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോയതാ, ദൈവത്തെ സേവിച്ചതാ, ദൈവത്തെ ആരാധിച്ച. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ നിലയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ 3 പെങ്ങന്മാര്, എൻ്റെ ജ്യേഷ്ഠൻ ഒരു അപകടത്തെ തുടർന്ന് 2018 മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ പല ഭാഗത്തായിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളും ഇങ്ങനെ പല ഭാഗത്താണല്ലോ. ആ ഒരു നിലയിൽ എൻ്റെ 3 പെങ്ങന്മാര്, എൻ്റെ നേരെയുള്ള പെങ്ങള് നിലമ്പൂരിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. 2ാമത്തെ ആൾ തൃശ്ശൂരിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. 3ാമത്തെ പെങ്ങളെ
അവിടെ പിന്നെ പൂനെയിലാണ് താമസിക്കുന്നത്. അവിടെ മക്കൾക്ക് നല്ല ജോലിയുണ്ട്. അവളിപ്പോൾ അവിടെ ഇളയ മോന്റെ കൂടെ കാനഡയിലായിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ദൈവം എല്ലാവരെയും അഭിവൃദ്ധിയിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ സാക്ഷ്യം അല്ലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കാരണം നമുക്ക് ഒരു ടെസ്റ്റ് മണി പറയണമെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് സഭകളിലൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മുഴുവൻ പറയണമെന്ന് വിചാരിച്ചാൽ എല്ലാം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഇതിനകത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ, ഇതുമൂലമായിട്ട് പലരും രക്ഷിക്കപ്പെടുവാനും അതിനേക്കാൾ കൂടുതലായിട്ട് തണുത്തിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബലം പകരാനും ശക്തി പകരുവാനും ഏറ്റവും നല്ലതാണ് ഇതെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ വേല മുൻപോട്ട് നീങ്ങട്ടെ, ഏറ്റവും നന്നായിട്ട് ഇത് മുൻപോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ, എൻ്റെ ഫാദറിന്റെ ആൾക്കാരോ മറ്റൊരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എല്ലാവരും ന്യൂയോർക്കിലാണ്. ആരും വന്നിട്ടില്ല. പക്ഷെ അവർക്കാർക്കും എതിർപ്പുകളൊന്നുമില്ല. അവിടൊക്കെ എനിക്ക് പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരുടെയൊക്കെ മധ്യത്തിൽ അവരൊക്കെ ജീവിക്കുന്ന പോലെ തന്നെ ഒന്നുമില്ലായ്മ കിടന്ന എന്നെ ദൈവം ഉയർത്തി ഈ നിലയിലേക്ക് കൊണ്ടുവന്നു. ഭൂമിയിലെ നന്മയോ ഭൂമിയിലെ പണമോ ഭൂമിയിലുള്ള വീടോ ഒന്നുമല്ല വിശ്വാസത്തിന് ആധാരമോ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ തെളിവ്. സ്തോത്രം. അതൊക്കെയും ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഈ സൺഡേ സ്കൂൾ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ ദൈവം തരുന്നതാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന അവർക്ക് പ്രോത്സാഹനത്തിന് തരുന്നതാണ്. നമ്മൾ അലയാതിരിക്കാൻ, നമ്മൾ അനാഥരായി പോകാതിരിക്കാൻ, നമ്മൾ ബുദ്ധിമുട്ടി കൂടി പോകാതിരിക്കുവാൻ ദൈവം നമുക്ക് നന്മ തന്ന് ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. അങ്ങനെ തന്നതായിരിക്കുന്ന ഗിഫ്റ്റുകളാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത്. ഇവത്തിലൊന്നും ഞാൻ തൃപ്തി പ്രാപിക്കുന്നില്ല. ഇതിനേക്കാൾ അപ്പുറമായി ആരും അറിയപ്പെടാത്തവനായി നിത്യതയിൽ പോയി എന്റെ കർത്താവിനോട് ചേർന്ന് വസിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു താല്പര്യമാണ് എന്റെ ജീവിതത്തിലുള്ളത്. അനേകര് ഞങ്ങളുടേതായിരിക്കുന്ന കുറ്റഭാവത്തിൽ തകർച്ച കാണുവാൻ പല നിലകളിൽ കൂടി എനിക്ക് അനേക ദൈവദാസന്മാരിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി, അതൊന്നും ഇവിടെ പേരെടുത്തൊന്നും പറയുന്നില്ല. അങ്ങനൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ജയോത്സവമായി ആ ദേശത്തും ഇന്ന് ഉയർത്തി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. മാത്രമല്ല, ഞാന് പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാന് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുന്നത് വരെ കപ്പയും കാച്ചിലും ഞാൻ കഴിക്കും, എനിക്കൊന്നും വരത്തില്ല. കാരണം എനിക്ക് ഒരു വല്ലാത്ത, സഭാപ്രസംഗി പറയുന്ന പോലെ ഇതൊരു വല്ലാത്ത തിന്മയാണ്. പണ്ട് കാലങ്ങളിൽ ഈ അമ്മച്ചിമാരൊക്കെ നാടി അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് പിള്ളേർക്ക് അതിന്റെ പറ്റും കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ഇവർ കിടന്നിട്ട് എൻ്റെ മക്കൾക്കൊരു ഭാവി ഉണ്ടാകുമ്പോൾ എനിക്ക് ഇതെല്ലാം അനുഭവിക്കാമല്ലോ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ഇവർ ചിന്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ ജീവിച്ചു. പക്ഷെ പ്രായമാകുമ്പോൾ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള് ഇതെല്ലാം വന്നിട്ട് ഇവർക്കൊന്നും കഴിക്കാനുമില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ് ശലോമോൻ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പലപ്പോഴും. പണ്ട് ഞാന് മരിക്കുന്നത് വരെ എല്ലാം കഴിക്കുവാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തരണം പ്രാർത്ഥനയുണ്ട്. ഇന്നും പാസ്റ്റർ ഞാൻ പറയുക, പരിപ്പ് കൂട്ടാം, ഉരുളക്കിഴങ്ങ് കൂട്ടാം, പാതിരാത്രിയിലും കഴിക്കും, എപ്പോഴും കഴിക്കും വേണമെങ്കിൽ. സ്തോത്രം. ഇന്ന് 70 വയസ്സ് എനിക്ക് കഴിഞ്ഞു. ഇതുവരെ ഒരസുഖവും ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നും തന്നെ ഒരസുഖവും ഇന്ന് വരെ, നാളത്തെ എനിക്ക് അറിയത്തില്ല, ഇല്ല. ഞാൻ വിചാരിക്കുക, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തന്നു, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് അതാത് നിലകളിൽ അല്ലെ ദൈവം നടത്തിയ ദൈവത്തിന്റെ വിധങ്ങൾ ഓർത്ത് ഞങ്ങള് കോട്ടയത്ത് പോരുമ്പോൾ ലജ്ജിക്കപ്പെട്ടവരായിട്ടാണ് പോകുന്നത്. ഞങ്ങളെ പലരും പരിഹസിച്ചു, ഞങ്ങളെ പലരും ദ്വേഷിച്ചു, എന്തിന് കൊള്ളും ഇവരെ എന്ന് പറഞ്ഞ് പോന്ന ഞങ്ങളുടെ ദൈവം ഞാനതിൽ വിശ്വസിക്കുന്നു. ദൈവത്തെ അറിയുവാൻ വേണ്ടി ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പോരത്തില്ല. കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ പോരത്തില്ല. കാരണം നല്ല നിലയിൽ ജോലി, എല്ലാ നിലയിലും സുഖസമൃദ്ധമായ ജീവിതം, ആ ഒരു നിലയിൽ ജീവിച്ചിങ്ങനെ ദൈവവാക്യങ്ങൾ വരികയില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കഷ്ടതയോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് നന്മയ്ക്കാണ്. അതിനപ്പുറത്ത് അന്നേരം ആ നന്മ കാണത്തില്ല. ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നന്മ കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അന്നേരം നമുക്കത് മനസ്സിലാകത്തില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ നീലഗിരിയിൽ ഗൂഡല്ലൂരിൽ വന്ന് ആ ഒരു നിലയിലേക്ക് വന്നത്. ഇന്നും അവിടുത്തെ സ്ഥലങ്ങൾക്കൊന്നും ഡോക്യുമെന്റ് ഇല്ല. ഇപ്പോൾ മുഴുവൻ ആനയും കടുവയും പുലിയും ഒക്കെയാണ് ആ സ്ഥലത്തെ. പക്ഷെ എങ്കിലും ആ എന്റെ വിശ്വാസികളെ ഒരിക്കലും വേറെ സഭയിലേക്ക് പറഞ്ഞു വിടുവാൻ ഇടയാകാതെയാണ് ഞാൻ ചർച്ച പണിത് കാര്യങ്ങൾ മുഴുവൻ ക്രമീകരിച്ച്. അല്ല, ഇനിയും അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വലിയ വേല ചെയ്തെടുപ്പാൻ
ആഗ്രഹിക്കുന്നു. ഒരുപാട് വേലകൾ തുടങ്ങുവാനും ഒരുപാട് സ്ഥലത്ത് ഇതായിട്ട് പോകാനും ആഗ്രഹിക്കും. ഞാൻ എൻ്റെ ദേശത്ത്, ഞാൻ വളർന്ന ദേശത്ത് അവിടെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ഒരു നിലയിൽ ദൈവം പ്രവർത്തിച്ച ദൈവത്തിന്റെ വിശ്വസ്തത. അതുപോലെ തന്നെ ഒരനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒറ്റ അനുഭവം കൂടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് കൂലിപ്പണിക്കാൻ പോയിട്ടില്ല. പന്ത് കളിച്ച് നടന്നായിരിക്കുന്ന ഒരു പ്രായമാണ്. അതിന്റെ ആ സമയത്ത് ഞാൻ കൂലിപ്പണിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച എനിക്കൊരു 13 വയസ്സ് കാണും. ആ സമയം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഏറാടി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. നായന്മാരാണ് അവരുടെ വീട്ടിൽ ആയിട്ട് 20 ഏക്കർ തോട്ടമുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ കോട്ടയിൽ നിന്ന് വന്നവരോ ഭയങ്കര പട്ടിണിയാണ്, ഞാൻ പ്ലാവിന്റെ ചൂട്ടി കിടക്കുന്ന ചക്കക്കുരു പെറുക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ അവിടെ വളമാണ്, അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അറിയാതെ ഞാൻ കുറെ പെറുക്കി വെച്ചിട്ടാണ് വന്നത് എനിക്കത് കൊണ്ടുപോകാൻ. അപ്പൊ പുള്ളി എന്റെ പുറകെ വന്നു, ഇതെന്തിനാ പെറുക്കി വെച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി ചുട്ട് തിന്നിയോ വറുത്ത് തിന്നിയോ ചെയ്യാനാ, ഞങ്ങൾ ഭയങ്കര പട്ടിണിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി അത് അങ്ങനെ മേടിച്ച് നിലത്ത് കൊട്ടി എന്നെ അവിടെ ഓടിച്ചു. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, 4 കാപ്പിയുടെ ഇട നിങ്ങൾ വെട്ടാമെങ്കിൽ 5 പൈസ തരാം. അങ്ങനെ ഞാൻ കത്തി മേടിച്ചിട്ട്, ഞാൻ വെട്ടിയിട്ടില്ല, 13 വയസ്സുള്ള കൊച്ചിന് എന്തോ ആണ്, ഞാൻ പോയി കത്തി മേടിച്ച് അങ്ങനെ 4 കാപ്പിയുടെ ഇട വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ബോധം കെട്ട് തുടങ്ങി. വെയിലടിച്ചപ്പോ ഞാൻ ബോധം കെട്ടു. അങ്ങനെ ഞാൻ ബോധം കെട്ട് അവിടെ കിടന്ന് കുറെ കഴിഞ്ഞപ്പോ ഈ വെയിലൊക്കെ അടിച്ച് എങ്ങനെയാണല്ല, കുറെ കഴിഞ്ഞപ്പോ ഞാൻ ബോധം തെളിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് ഇയാളുടെ അടുത്ത് വന്നു. ഇയാളുടെ ഞാൻ പറഞ്ഞു, പിന്നെ ചേട്ടാ, ഞാൻ ഇങ്ങനെ 4 കാപ്പിയുടെ ഇട വെട്ടി 5 പൈസക്കുള്ളത് കിട്ടി. 5 പൈസ 4 കാപ്പിയുടെ ഇട കിട്ടിയ. അപ്പൊ എനിക്ക് അന്ന് കപ്പ കിട്ടണേ 10 പൈസയാണ്. അപ്പൊ എനിക്കൊരു 5 പൈസയും കൂടെ 10 പൈസ എനിക്ക് തന്നാൽ 1 കിലോ കപ്പ മേടിച്ചോണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്റെ അമ്മയൊക്കെ അവിടെ കിടക്കുക, പെങ്ങന്മാരും കിടക്കുക, അവർക്കൊന്നുമില്ല, പുഴുങ്ങി കൊടുത്തിട്ട് ഞാൻ വരാം. പുള്ളി പറഞ്ഞ് തരികയെന്നു. അത് 10 പൈസയുടെ വെട്ടിയെങ്കിലേ തരുവുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ചക്ക തരാമോ, അവിടെ ഒത്തിരി പ്ലാവുണ്ട്, ഒത്തിരി ചക്ക അവിടെ മിറ്റത്തും ഇരിപ്പുണ്ട്, തരികയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് നിരാശപ്പെട്ട് ഞാന് വീട്ടിലേക്ക് പോകുന്ന ഒരു ചരിത്രമുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാന് ഒരു പുട്ടുകുടം, നമ്മൾ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പുകുടം നാട്ടിൽ നിന്നുണ്ട്, ആരും കാണാതെ ഒരു സഞ്ചിക്കകത്തിട്ട് പുറകെ കൂടെ കൊണ്ടുപോയി ഒരു കടക്കാർ കൊണ്ടുപോയി കൊടുത്തു. 10 രൂപയ്ക്ക്. അവിടെ വീട്ടിൽ കപ്പയുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ കപ്പ എല്ലാ ദിവസവും 2 കിലോ കപ്പ തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുകൊണ്ട് വിറ്റു. അങ്ങനെ വിറ്റ് കപ്പ മേടിച്ചുകൊണ്ട് ചരിത്രമുണ്ട്. ഇന്ന് ആ ഏറാടി ഇല്ല. അവൻ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം അവന്റെ ഭാര്യ വീട്ടിൽ പോയത് പുള്ളി അത്തുപോയി. അങ്ങനെ പല ആൾക്കാർ. അതിന് ശേഷമായിട്ട് വേറൊരു സംഭവം എനിക്കുണ്ടായി. ഈ സംഭവം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ്, സമയമായി തോന്നുന്നു. അപ്പോൾ പിന്നെ അമ്മച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ 50 പൈസ ഉണ്ട്, നീ പോയിട്ട് ഒരു ചക്ക മേടിച്ചോണ്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ ആരോട് ചോദിച്ചാലും വേണം ചക്ക ചിലപ്പോൾ കിട്ടും, എനിക്ക് അറിയത്തില്ല. അന്നത്തെ ചെറുപ്പത്തിൽ ഞാൻ ഗൂഡല്ലൂർ ടൗണിൽ പോയി ചക്ക വിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അതിന്റെ ഒരു 50 പൈസ കൊടുത്തിട്ട് എനിക്കൊരു ചക്ക വേണം. ഉടനെ പുള്ളി എന്നോട് ചോദിച്ചു, വെള്ളച്ചക്ക വേണോ ചുമന്നയൊക്കെ വേണം. ഞാൻ ചോദിച്ചു, പഴുത്താണോ ചോദിച്ചു. ആ പഴുത്താണോ. അപ്പൊ ഞാൻ ജീവിതത്തിൽ വെള്ളച്ചക്ക കണ്ടിട്ടില്ല, ചോപ്പിയൊക്കെ കണ്ടിടും. അപ്പൊ ഞാൻ ഈ ചോപ്പിയൊക്കെ വേണ്ട, ഞാൻ വെള്ളച്ചക്ക കാണാത്ത വെള്ളച്ചക്ക തരാൻ പറഞ്ഞു. പുള്ളി പെട്ടെന്ന് വെള്ളച്ചക്ക എടുത്തു. ഒരു ചക്ക വീട്ടിൽ വന്ന് വെച്ചപ്പോ എന്താ പൊട്ടിയൊക്കെ ഇരിക്കുന്നതാണ്. അവനെ കടുപ്പിച്ച് കളഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ വരാമെന്നൊക്കെ പറഞ്ഞ് പ്രാഗി. പിന്നെ അവനെ കച്ചവടത്തിന് കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ സ്മരിക്കും. കാരണം നമ്മൾ നിരാശയിൽ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതിനുള്ള ഒത്തിരി അനുഭവങ്ങൾ, ഇനി അനുഭവങ്ങൾ പറയാണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, ജീവിത വഴിയിലൂടെ എന്നുള്ള ഒരു പുസ്തകം. അവിടുത്തെ 70 പേജ് എഴുതി നിർത്തിയിരിക്കുക. 100 പേജ് ആകുമ്പോൾ ഒരു പുസ്തകമാക്കുവാനുള്ള നിലയിലാണ്. ഞാൻ ഇവിടുന്ന് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് ഇന്ന് ഈ പകൽക്കാലം, നിങ്ങളുടെ ഇവിടെ പകലായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഈ പകൽക്കാലം ഈ നിലയിൽ എനിക്ക് ഒരു അനുവാദം തന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല എന്റെ നമ്പർ കൊടുത്ത പാസ്റ്റർ ലാലനും കുടുംബത്തിനും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. എനിക്കിങ്ങനെ പറയുവാനായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിന് ഒരു പ്രേരണയും തന്നല്ലോ. തന്നെയും തന്റെ ടീമിനെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങള് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്ക് തരുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് നേരിട്ട് കാണുവാനുള്ള അവസരങ്ങൾ ഉണ്ടായാൽ നമുക്ക് കാണാം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും, അത് മാത്രമല്ല ഈ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി ക്ഷമയോടുകൂടി കേട്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ വാക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. മനോഹരമായിരിക്കുന്ന ഈ പകൽക്കാലത്തിനായി സ്തോത്രം. ഈ അരോമ ടിവിയുടെ പ്രോഗ്രാമിൽ
അടിയന്റെ ടെസ്റ്റ് മണി പറയുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്തിന് തന്നെ മഹത്വം വരുത്താൻ, അവിടുത്തെ നാമം ഉയരുവാൻ ഞങ്ങളെ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൃപകൾ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവേ. അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും, ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് സമ്പൽ സമൃദ്ധിയിലും അനുഗ്രഹത്തിലും നടത്തുകയും അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി ഇരിപ്പാൻ എല്ലാവരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന അവസരം കർത്താവ് ഈ ഭൂമി കർത്താവ് വരുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ഒരുക്കി തന്ന ദൈവത്തിനും നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ശക്തീകരിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാക്ഷികൾ, പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് ഇനിയും സാക്ഷ്യം പറയാനുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയെടുന്ന് പൊതിയണം, പ്രത്യാശ നിറയ്ക്കണം. അങ്ങനെ വരാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കൊള്ളണം. എല്ലാ ദിവസങ്ങളിലേക്കും നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, മഹത്വം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ചില തകർച്ചകളും താഴ്ചകളും ദാരിദ്ര്യവും പട്ടിണിയും ചില രോഗങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ചില വ്യക്തികൾ ഇനി എന്ത് അടുത്തതെന്നുള്ള ആശങ്കയിൽ ജീവിതം അവസാനിപ്പിക്കുകയോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീരുകയോ ഒളിച്ചോട്ടം നടത്തുകയോ മറ്റെന്തെങ്കിലും അരുതാത്ത പ്രവൃത്തികളിൽ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് ഒരുപക്ഷെങ്കിൽ ജീവിതം നശിച്ചു പോവുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുമ്പോൾ ഏശാവിനെയും യാക്കോബിനെയും കുറിച്ച് അവിടെ കാണുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രതിസന്ധിയുടെ നടുവിൽ തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ അമ്മാച്ചൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ആ യാത്രയിൽ അന്ന് രാത്രിയിൽ ദൈവം യാക്കോബിനോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ദൈവ സാന്നിധ്യം അവിടെ നിന്ന് അനുഭവിച്ചറിയുവാൻ തൻ്റെ ജീവിതത്തിൽ അവസരമുണ്ടായി. അടുത്ത ദിവസം ആ യാത്ര തുടരുകയാണ്. പിന്നെയും 20 വർഷങ്ങൾ താൻ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അതായത് തൻ്റെ അമ്മായിയപ്പനോടൊപ്പം ഉള്ളതായ ആ ജീവിതയാത്രയിൽ ആടുകളെ മേയിക്കുന്ന വലിയ ഒരു ദൗത്യം താൻ ഏറ്റെടുത്തു. എന്നാൽ പിന്നത്തേതിൽ ഈ വർഷങ്ങൾ, ഈ കാലമൊക്കെ കഴിഞ്ഞു, ആ കഷ്ടപ്പാടുകളൊക്കെ മാറി ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം തക്ക സമയമായപ്പോൾ ദൈവം യാക്കോബിനെ മടക്കി വരുത്തുവാൻ ഇടയായിപ്പോയി. മടങ്ങി വന്ന യാക്കോബ് ദൈവസന്നിധിയിൽ ചില ഉടമ്പടികൾ എടുക്കുകയും ദൈവീയ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാനും ഇടയായിത്തീരുന്നത് കാണുവാൻ കഴിയും. വാഗ്ദത്തവും ഉടമ്പടിയും ഒക്കെ ദൈവീയ വിളിയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ഇടയായിത്തീരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ തിരുവെഴുത്തുകൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് താൻ മരിക്കുവാൻ വേണ്ടിയിട്ട് ചുരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സന്ദർഭം അവിടെ വച്ച് ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തുകയും അതിനുശേഷം ഏലിയാവ് ഒരു 40 ദിവസത്തെ ദീർഘദൂര യാത്ര ചെയ്ത് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഭൂകമ്പം ഉണ്ടാകുന്നു, വലിയ കാറ്റുണ്ടാകുന്നു, വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു. അതിലൊന്നും ദൈവസാന്നിധ്യം, ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലായി ഇമ്പമാർന്ന മന്ദമാർന്ന ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും ദൈവം ആമേൻ ഏലിയാവിനോട് സംസാരിക്കുവാനും ഇടയായി. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി
ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. അതുവരെ ഒരു പക്ഷെങ്കിൽ മാനുഷിക സപ്പോർട്ടോടുകൂടി ആയിരിക്കാം, മാനുഷികമായ ആലോചന പ്രകാരമായിരിക്കാം ഒരു പക്ഷെങ്കിൽ നമ്മൾ ജീവിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെയോ സഹോദരങ്ങളുടെയോ ജനിച്ചു വളർന്ന സാഹചര്യമോ വളർന്നു വന്ന ചുറ്റുപാടുകളോ ഒക്കെ അനുസരിച്ചായിരിക്കാം നമ്മുടെ ജീവിത സാഹചര്യം മുന്നോട്ട് നയിക്കപ്പെടുക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നമ്മെ കൈവിടാതെ കൂടെ നിൽക്കുകയും അവസാന നിമിഷം വരെയും ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി കുരുളയുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്നത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം എന്ന് പറയുവാൻ കഴിയും. എന്നാൽ അതിനുവേണ്ടി അദ്ദേഹം കൊടുത്തതായ അല്ലെങ്കിൽ അനുഭവിച്ചതായ തിക്താനുഭവങ്ങളും കഷ്ടതകളും വളരെ വലുതാണ്. 7-ാം വയസ്സ് മുതൽ 25-ാം വയസ്സ് വരെ നീണ്ട ആ കാലയളവിൽ കടന്നുപോയതായ പ്രതിസന്ധികൾ വളരെ വലുതായിരുന്നു. പിന്നത്തേതിൽ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ടപ്പോൾ, പല സന്ദർഭങ്ങളിലും ദൈവശബ്ദം കേട്ടു, അപ്പോഴൊന്നും വിധേയപ്പെട്ടില്ല. ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് കൈവിടാതെ കരം പിടിച്ച് നടത്തുവാൻ ഇടയായിട്ടുള്ളൂ. ദൈവം കരം പിടിച്ച് നടത്തുവാൻ തുടങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികൾക്കൊക്കെ മാറ്റമുണ്ടായി. സ്തോത്രം. ഒരു ഘട്ടത്തിൽ ചോദിച്ചോ, ആമേന്, എൻ്റെ ജീവിതത്തിൽ കർത്താവ്, ആമേന്, ഇങ്ങനെയൊക്കെയാണോ കർത്താവ് വേലയ്ക്ക് വിളിച്ചിറക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം നമ്മെ ഒരുക്കിയെടുത്ത, ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ നമ്മെ രൂപപ്പെടുത്തി എടുക്കുന്ന ആ സാഹചര്യങ്ങളായിരുന്നു എന്ന് പിന്നത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് അമേരിക്കയിലും ഇന്ത്യയിലുമായിട്ട് പല സന്ദർഭങ്ങളിൽ മാറി മാറി താമസിക്കുവാനും ജീവിത സാഹചര്യങ്ങൾക്ക് ആത്മീയമായും ഭൗമികമായും മെച്ചപ്പെടുവാനും ദൈവം സഹായിച്ചു. ഇന്ന് അനേകർക്ക് വേണ്ടി ഇടവിൽ നിൽക്കാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവിന് നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്തിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് തരുണത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീർന്നല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് കൊണ്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.